إلى الإمام المتقن الحافظ الحجة أمير المؤمنين بالحديث أبي عبد الله محمد بن إسماعيل بن إبراهيم بن مغيرة البخاري رضي الله تعالى عنه ونفعنا ببركاته في الدارين آمين. قال: باب عقد الشيطان على قافية الرأس إذا لم يصلي بالليل. حدثنا عبد الله بن يوسف قال أخبرنا مالك عن أبي الزناد عن الأعرج عن أبي هريرة رضي الله عنهم أن رسول الله صلى الله عليه وسلم قال: يعقد الشيطان على قافية رأس أحدكم إذا هو نام 3 عقد يضرب كل عقدة عليك ليل طويل فارقد فإن استيقظ فذكر الله إن حلت عقدة فإن تولى إن حلت عقدة وإن صلى إن حلت عقدة وأصبح نشيطا طيب النفس وإلا أصبح خبيث النفس كسلان. ഇത് ശൈത്വാൻ തലയുടെ കാഫിയത്തിൻ്റെ മേൽ കെട്ടുന്നതിനെ സംബന്ധിച്ച് പറയുന്ന പാഠമാണ്. കാഫിയത്ത് എന്ന് പറഞ്ഞാൽ പെരടിയുടെ പുറകുവശത്തിനാണ് അങ്ങനെ പറയൽ. ഏതൊന്നിൻ്റെയും അവസാനം അഥവാ ഈ പെരടി വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് എന്നാണ് അതിനർത്ഥം. പെരടി ഇങ്ങോട്ട് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത്. കാരണം നമ്മൾ കാഫിയ എന്ന് പറഞ്ഞാൽ കാഫിയത്തുൽ കസീദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അവസാനം. തലയുടെ കാഫിയത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. മറ്റൊരു അർത്ഥം അത് പ്രബലമല്ല. തലയുടെ മധ്യത്തിനാണെന്തെന്ന് പറയുന്നത് കാഫിയത്തെന്ന് പറയുന്നതെന്നുണ്ട്. പക്ഷെ അത് ഇത്ര പ്രബലമായ അഭിപ്രായമൊന്നും അല്ല. എപ്പോൾ ഇദാലം യുസല്ലി ബില്ലൈലി, രാത്രിയിൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ തലയുടെ പെരടിയുടെ പുറകിൽ ശൈത്താൻ വന്നെന്ത് ചെയ്യും? കെട്ടിടും. അത് ഇശാ നമസ്കാരമാണ് എന്നാണ്. ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങിയ ആളുകളെയാണ് ഇപ്രകാരം കെട്ടുക. ഇങ്ങനെയൊക്കെ പറയാനുണ്ടായ കാരണം നിസ്കാരം വേറൊരു ഹദീസിൽ കാണാം, മക്തൂബായ നമസ്കാരത്തെ തൊട്ട് ഉറങ്ങിയ ഒരുത്തൻ്റെ എന്നാണ്. അപ്പം എല്ലാവരുടെയും പെരടിയിൽ ആര് വന്ന് കെട്ടിവിടൂല? ശൈത്താൻ വന്ന് കെട്ടിവിടൂല. പിന്നെ ആരുടെ? ഇശാ നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ്റെ പെരടിയുടെ കാഫിയത്തിൽ അഥവാ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊണ്ടുവന്ന് 3 കെട്ട് അവനിടും. അവ ശൈത്താന് കെട്ടലുണ്ട് എന്ന് ഇതിനകത്തൊന്ന് വ്യക്തമാണ്. അത് അവൻ്റെ കഴിവൊന്നുമല്ല, ശൈത്താൻ അതിന് കഴിവൊന്നുമില്ല. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ മുശ്രിക്കായി പോകും. പിന്നെ അല്ലാഹു തആല അവനക്ക് അതിനുള്ള കഴിവും ഇതും കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ പോകേണ്ടി വന്നു. തിരിഞ്ഞില്ല. അള്ള കൊടുത്ത കഴിവുകൊണ്ട് അള്ള ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ അവ പ്രാവർത്തികമാവുള്ളൂ. അല്ലാതെ എന്ത് പ്രാവർത്തികമാവുകയും ഇല്ല.
ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് ഖാല അഖ്ബർനാ മാലികുൻ അൻ നബി സിനാദി അനിൽ അറജി അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഅഖിദു ശൈത്വാൻ വലാ കാഫിയത്തി റഅസി അഹദിക്കും. നിങ്ങൾ എന്നിട്ട് ഒരാളുടെ തലയുടെ കാഫിയത്തിന്റെ മേൽ എന്ന് പറഞ്ഞാൽ പെരടിയുടെ ലാസ്റ്റ് തലയുടെ എന്ത് ചെയ്യുന്നുണ്ട്, പുറകിലായിട്ട് എന്ത് ചെയ്യും, ശൈത്താൻ കെട്ടിടും. ഇദാഹുവ നാമ, അവൻ ഉറങ്ങുന്നവനായി കഴിഞ്ഞാൽ സലാസ ഉഖദിൻ, 3 കെട്ടുകളിടും. യദ്രിബു അല മക്കാനി കുല്ലി ഉഖദത്തിൻ, എല്ലാ ഓരോ കെട്ടിൻ്റെയും സ്ഥലത്ത് അവൻ അടിക്കും. അലൈക്ക ലൈലും തവീൽ ഫർഖുൽ, നിന്റെ മേൽ ദീർഘമായ രാത്രിയുണ്ട്, ഉറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, അടിക്കുന്നത്. അപ്പം ഇങ്ങനെ കിടന്നങ്ങോട്ട് ഉറങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, അത് പകലിൻ്റെ ഒത്തിരി സമയം വരെയൊക്കെ ഉറക്കം പോകും, സുബഹിയില്ല നിൽക്കാലില്ലാണ്ട് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങും. ഇനിസ്തേക്കൾ, അവൻ ഉണർന്നാൽ ഫദക്കറല്ലാഹ, അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ, അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നെന്നും പറഞ്ഞ നമ്മളുടെ ഉറക്കത്തിൽ നിന്നുണ്ടല്ലോ, അല്ലോ സമയത്തിനും വൈകി വിളിച്ചില്ലേ, എന്താ പറയാഞ്ഞ് വിളിക്കാഞ്ഞെന്ന് ചോദിച്ചിട്ടാണ് നമ്മളുടെ ഉണരല്. അങ്ങനെയല്ല, ഇസ്ലാമികമായ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരൽ എങ്ങനെയാ? അൽഹംദുലില്ലാഹില്ലദി അഹിയാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവസ്തുതിയും. നമ്മളെ ജീവിപ്പിച്ച അള്ളാഹുവിനാണ്. ബഅദമാ അമാതന, നമ്മളെ മരിപ്പിച്ചതിന് ശേഷം ഇത്ര നേരം മരിച്ചു കിടക്കുകയായിരുന്നു, ഇവിടെ തിരിഞ്ഞില്ല, മരിച്ച് കിടക്കുകയായിരുന്നു. അപ്പം ആ മരിച്ചു കിടന്നോളത്തിൽ നിന്ന് ഉണർത്തിയ അള്ളാഹുവിന് കാണുന്നത് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അപ്പം ആ എണീക്കലോടുകൂടി എന്താവും, ഒരു കെട്ട് പൊട്ടും. അപ്പോൾ എന്തവല്ല, അവൻ ഒതുവെടുത്താൽ ഇൻഹല്ലത്ത് ഒക്കുതത്തുൻ, മറ്റൊരു കെട്ടും പൊട്ടും, അടുത്ത കെട്ടും പൊട്ടും. അപ്പോൾ ഇദാസല്ല, അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇൻഹല്ലത്ത് ഒക്കുതത്തുൻ, അപ്പോൾ അടുത്ത കെട്ടും എന്ത് ചെയ്യും, പൊട്ടും. ഇങ്ങനെ പൊട്ടുമ്പോൾ വാസ്ബഹ, അവൻ ആയിത്തീരും പ്രഭാതത്തിൽ നശീതൻ, ഉന്മേഷമുള്ളവനായിത്തീരും. തയ്യിബൻ നഫ്സി, അതുപോലെ തന്നെ മനസ്സിന് വളരെ സന്തോഷമുള്ളവനും ആയിത്തീരും. മാനസികമായി നല്ല ഉല്ലാസമുള്ളവനും ശാരീരികമായി ഉന്മേഷമുള്ളവനുമായിത്തീരും. മാനസിക ഉല്ലാസമുള്ളവനും മാനസികമായി എന്ത് ചെയ്യുന്നുണ്ട്, ഉല്ലാസമുള്ളവനും ശാരീരികമായി ഉന്മേഷമുള്ളവനും ആയിത്തീരും. ഇല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അസ്വ, അവനായിത്തീരും ഹഫീസൻ നഫ്സി, മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഇതില്ല അടഞ്ഞവനും. ഹഫീസൻ നഫ്സ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ മാനസിക സ്ഥിതി ഉള്ളവനും. കസ്ലാന, അതോടൊപ്പം അലസനുമായിത്തീരും, തിരിഞ്ഞില്ല. അപ്പോൾ ഇവന് യാതൊരുവിധ ഉന്മേഷം ഉണ്ടാവില്ല, ഒരു പ്രവർത്തനം ഉണ്ടാവില്ല. ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ജാതി വയന്ന് ഇങ്ങനെ നടക്കും. അതെന്തേ കാരണം? ശൈത്താൻ അവനെ പിടികൂടിയിരിക്കുക. അപ്പോൾ ശൈത്താൻ്റെ പിടി വിട്ടുപോകണമെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലണം. രണ്ടാമത് ഒതു എടുക്കണം. ഒതു എടുക്കുക എന്ന് പറഞ്ഞാൽ ഒതുവിൻ്റെ ആദ്യത്തിൽ ബിസ്മില്ലെങ്കിൽ പിന്നെ ആ ഒതു പൂർണ്ണമല്ല എന്നാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഒതു തുടങ്ങേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒതുവിനകത്ത് പിന്നെ ഒതുവിൻ്റെ പ്രത്യേകിച്ച് ദിക്റുകളൊന്നും എന്ത് ചെയ്തില്ല, ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഫുഖഹാവ് പറഞ്ഞത്. എന്നാലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ എന്ന് പറയൽ സുന്നത്തുണ്ട് എന്ന് പല കിതാബുകളിലും കാണുന്നുണ്ട്. അതിൻ്റെ അവയവങ്ങളുടെ ദ്വായിലോ മറ്റുള്ള ദ്വായിലൊന്നും പ്രത്യേകമായി ഒന്നും സ്ഥിരപ്പെട്ടില്ല എന്നാണ്, ഹദീസുകളൊന്നും കാണുന്നില്ല എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവനെ സംബന്ധിച്ച് പിന്നെ മുൻകൈ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, വായിൽ വെള്ളം കുപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. എന്തിൽ നിന്ന്? മിൻ കഫത്തിൻ ലാ മിൻ കഫൈനി. എവിടെന്നാ? ഈ ഒരു കൈ കൊണ്ടാണ് വേണ്ടത്. ഈ ഒരു കയ്യിൽ വെള്ളം എടുത്ത് ആ വെള്ളം കൊണ്ട് വായിലും കൊടുക്കണം, മൂക്കിലും കൊടുക്കണം. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. അത് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടുള്ളതിൻ്റെ പണ്ടാരോ തെറ്റിദ്ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം വായിൽ വെള്ളവും മൂക്കിൽ വിരലുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതെന്താ? വെള്ളം എടുക്കാം, മൂക്കിൽ കാണിക്കുക. എന്തിനാ മൂക്കിൽ കയ്യിലിടുന്നത്? മൂക്കിൽ വിരലിടണം
മൂക്ക് വൃത്തിയാക്കണം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇസ്ലാമിക് മാനദണ്ഡമാണ്. അത് ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും, അള്ളാഹുവിന് നമ്മളെ വെറുപ്പുണ്ട് എന്നാണ്. അത് വൃത്തിയാവണം. അതുകൊണ്ടാണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണമെന്ന് പറഞ്ഞ എന്തിനാ, ഈ കയറ്റിയിട്ട് ചീറ്റുമ്പോൾ അതിനകത്തുള്ള അഴുക്കൊക്കെ പോകും. അല്ലാതെ മൂക്കി കൊണ്ട് അങ്ങനെ ഒലിപ്പിച്ച് എവിടെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊമ്പിറക്കി തിരിഞ്ഞില്ല, ഇങ്ങനെ നടക്കലല്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വല്ല ടിഷ്യൂ പേപ്പറായിട്ട് നടക്കാമെന്നല്ലാതെ ഇതിങ്ങനെ എന്ത് ചെയ്യുക, ഒരു ടവലെടുത്ത് ആ ടവലിനകത്ത് മൊത്തം തുടച്ച് അത് പോക്കറ്റിൽ കൂടെ ഇട്ട് പിന്നെ വൃത്തിയുണ്ടോ? ഈ വൃത്തികെട്ട സാധനം മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, തുടച്ചെന്ത് ചെയ്യുക, മൂക്കി കൂടെ തുടച്ചിട്ട് ബാക്കി ഇവിടെ തുടച്ചിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിനകത്തേക്ക് വെച്ചാൽ അതൊക്കെ വല്ല നിസ്കാരത്തിൽ അബദ്ധം സംഭവിച്ചാൽ ചെയ്യാന്നല്ലാതെ 24 മണിക്കൂർ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് എടുക്കല. അപ്പോൾ ഈ അണുക്കൾ മൊത്തം അവൻ സ്വീകരിക്കല്ലേ, പിന്നെ എങ്ങനെ അവൻ്റെ രോഗം മാറണം, പിന്നെ അവൻ്റെ ജലദോഷം അങ്ങനെ പോകും. അപ്പം അതുകൊണ്ട് ആ മൂക്കൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് ചീറ്റി വൃത്തിയാക്കണം. തരില്ല, ഈ വിരലിൽ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പിടങ്ങനെ തട്ടിപ്പിടിക്കുക, എന്നിട്ട് ഈ മൂക്കാണ് ചീറ്റുക. അടുത്ത വിരൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുക, ഈ മൂക്ക് ചീറ്റുക. അങ്ങനെ എന്ത് ചെയ്യണം, ചീറ്റൽ ഇസ്ലാം വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ യോഹാഭ്യാസത്തിനും അങ്ങനെ എന്തുണ്ട്, ഒരു അഭ്യാസമുണ്ട്, മൂക്ക് കൊണ്ടുള്ള അഭ്യാസം. ഈ ജാതി അഭ്യാസമാണത്. ഒരു മൂക്കടച്ച് അടുത്ത മൂക്കിയോടെ ശ്വാസം വിടുക. യോഹയിലുണ്ട്, ഇതില്ല. അത് ഇസ്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അപ്പോൾ മൂക്കൊക്കെ ചീറ്റി കഴുകി വൃത്തിയാക്കണം. പിന്നെ മൂക്കിൽ കൂടെ കുറേ കൊമ്പിറക്കി കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഇതിനില്ല. ആ ഏർപ്പാട് നിർത്തിക്കൊള്ളാം. മൂക്കിലൊക്കെ വല്ല രോമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയായി കൊണ്ട് നടക്കണം. മൂക്കിൽ കൂടെ കുറേ കൊമ്പും ഇതൊക്കെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ നടക്കരുത്. അത് വലിയ ഇപ്പോഴത്തെ പുതിയ ശാസ്ത്രം വന്നിരിക്കുകയാണ്. അത് മൂക്കിലെ രോമം നീക്കാൻ പാടില്ല, വെട്ടാൻ പാടില്ല. അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ മൂക്കിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേത് രോഗാണുക്കൾ കയറിപ്പോകുന്നതിനെ തടയുന്നതാണ്. ശരിയില്ല, രോഗാണുക്കൾ കയറിപ്പോകുന്നതിനെ അതാ തടയുന്നത്. അതിന് സംവിധാനം അല്ല വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തുമ്മണ എന്തിനാ, അതവിടെ പട്ടാളക്കാരും മറ്റേതൊക്കെ അപ്പം ഉണ്ട്. തിരിഞ്ഞില്ല, ഇവിടുന്ന് ആവശ്യമില്ലാത്തവർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ച് അപ്പം തന്നെ പുറത്ത് കളയും, ബോംബിഞ്ഞ് വരും, അപ്പം തന്നെ ക്രാഞ്ചി വലിക്കും, അത് ചേർച്ചയാണ്. അതാണ് ഒറ്റ തുമ്മൽ. അതോടുകൂടി ഇതൊക്കെ തിറച്ച് പുറത്തിറങ്ങും പോകും. അതിന് സംവിധാനം ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ലാതെ മൂക്കിൽ രോമം അല്ല അതിന് എന്ത് ചെയ്യുക സംവിധാനം. അതൊക്കെ ഒരു ചെറിയ ഇതെന്തെങ്കിലും ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറിയ ആ കുട്ടിക്ക് കൊടുക്കുക, ചെറിയ ഇതെന്തോ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നിലയിലേക്ക് നമ്മളുടെ മാനസിക അവസ്ഥ മാറി എന്ത് ചെയ്യണം, മൂക്കിലെ അഴുക്കൊക്കെ നീക്കി ഇതൊക്കെ വൃത്തിയൊക്കെ എന്ത് ചെയ്യണം, വൃത്തിയാക്കി നടക്കണം എന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. തിരിഞ്ഞില്ല, പുതിയ ശാസ്ത്രം വന്നൊന്നും ആ ശാസ്ത്രത്തിനൊന്നും ചെയ്യാനുണ്ടോ? ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത് വെള്ളം എന്താണ്, ഭൂമിയുടെയും സൂര്യൻ്റെയും ഒക്കെ എത്രയോ മുമ്പുണ്ട് എന്നപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ശാസ്ത്രം കണ്ടെത്തിയത്. തിരിഞ്ഞില്ല, ഖുർആൻ എന്തു പറഞ്ഞു, ഇവിടെ ഇതിനു മുമ്പ് വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. കാന അർശുഹു അലൽ മാർ, അള്ളാഹുവിൻ്റെ അർശി എന്ന സൃഷ്ടി വെള്ളത്തിന് മേലെയായിരുന്നു. ഇവിടെ വെള്ളമാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് എന്ന് ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ശാസ്ത്രം പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമി ഉണ്ടാവുന്നതിനും സൂര്യനും മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്, വെള്ളം ഉണ്ടായിട്ടുണ്ട്. ഈ സൂര്യനെ അല്ലാഹു തആല പടച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വേണ്ടിയും ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതും ഇന്നലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. സൂര്യകാലമേക്കുമെന്ന മാനസികമായ ഒരു പേടിയും ഭയവും ഉണ്ടായി 45 വയസ്സുകാലമായി ഒരു പെണ്ണ് ചൈനയിൽ സൂര്യപ്രകാശമേൽക്കാതെയും സൂര്യഘാതത്തെ തടക്കുന്ന ക്രീമുകൾ തേച്ചുമൊക്കെ ജീവിക്കുന്നു. ഇപ്പോൾ ഈ സ്ത്രീക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കിടന്നോളത്തിൽ നിന്ന് ചെരിഞ്ഞ് കിടക്കാൻ പോലെ വയ്യാപ്പത്തിന് എല്ലാം തുറന്നു, എല്ലൊടിയും. കാരണം എല്ലിൻ്റെ ബലത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി അത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് സൂര്യപ്രകാശം ശരീരത്തെ ഏൽക്കണം. കൊച്ചുകുട്ടികളുടെയും വേണം, അല്ലാത്തവരും. രാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ, വൈകിട്ട് അസ്തമിച്ചു പോകുന്ന സൂര്യൻ, ഈ രണ്ട് സൂര്യൻ്റെയും പ്രകാശം നമ്മുടെ ശരീരത്തിൽ തട്ടണം.
അതിനൊക്കെ പറ്റുന്ന രൂപത്തിലാണ് പഴയ കാലത്ത് വീടുകളെല്ലാം പണിതിട്ടുള്ളത്. കാരണം വീടുകൾ ഇന്നത്തെ എന്ത് ചെയ്യുക, തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ജനൽ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാതിൽ വഴി ഈ പ്രകാശമെല്ലാം വീട്ടിലേക്ക് തട്ടും. അപ്പോൾ സൂര്യപ്രകാശം വേണം. അത് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കാറുമുണ്ട്. ജീവൻ്റെ നിലനിൽപ്പിന് സൂര്യൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കാതെ ഒരു ചെടി എല്ലാ വെള്ളവും വളവും കൊണ്ടുപോയി കൊടുത്ത് മൂടിക്കെട്ടി വെച്ചാൽ അത് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ സൂര്യൻ്റെ ഘാതമേറ്റിട്ടല്ല ചെടി കരിയുന്നത്, അതിന് കിട്ടേണ്ട വൈറ്റമിനുകൾ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രകൃതി, അപ്പോൾ സൂര്യനെ പടയ്ക്കുന്നതിന് മുമ്പ് വെള്ളം പടച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴാണ് കണ്ടെത്തിയത്. ഖുർആൻ പറഞ്ഞു കാനാർഷു വലൽ മാവ്, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, വെള്ളമായിരുന്നു. ആ വെള്ളത്തിന് മേലെയായിരുന്നു അള്ളാഹുവിൻ്റെ അർശി എന്ന സൃഷ്ടി. ഈ വെള്ളത്തോട് എന്ത് ചെയ്യുക, അള്ളാഹുത്താൽ എന്ത് ചെയ്തു, പതയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ വെള്ളം വല്ലാതെ അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്, തിരയടിച്ച്, ആ തിരയടിച്ചപ്പോൾ അതിൽ നിന്ന് പൊന്തി വന്ന കൊമള അതിനെന്താക്കി അള്ളാഹു കഴബാലയമാക്കി മാറ്റുകയും അതിൻ്റെ അടിയിൽ നിന്ന് ഭൂമിയെ പരത്തുകയും ചെയ്തു എന്നാണ് നാനാഭാഗത്തേക്കും ഇന്നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. അതുകൊണ്ട് കടലെടുക്കുകൾ ഉൾപ്പെടെ എല്ലാം ഒന്നിച്ചളന്നാൽ ഭൂമിയുടെ ഏത് ഭാഗത്തുനിന്ന് കഴവയിലേക്കുള്ള അകലം ഒരേപോലെ ആയിരിക്കും, ഒരു വ്യത്യാസവും സംഭവിക്കില്ല. അതിനാണ് എന്ത് ചെയ്ത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നത്, യഥാർത്ഥമായ ശരിയായ ഒരു വൃത്തം ശരിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ വൃത്തത്തിലൂടെ ശരിയാക്കിയില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം കിണർ താത്താൻ അറിയുന്നവർ അതിൻ്റെ നടുവിലൊരു കുറ്റി അടിച്ചിട്ട് ആ ഭുജത്തിൽ നിന്നും അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കറക്കി 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 ഇങ്ങനെ എന്ത് ചെയ്തതനുസരിച്ചാണ് പണ്ട് കാലത്ത് കിണർ കുത്തിയിരുന്നത്. അതുകൊണ്ട് ആ കിണറെല്ലാം ഇത്ര വട്ടം എന്നുള്ളതിന് ഒരു പ്രത്യേകം എവിടെ നടന്നാലും എന്തായിരിക്കും, ആ അളവ് തന്നെ ഉണ്ടാവും. തിരിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് ഇപ്രകാരം വെള്ളത്തെ അള്ള സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം എന്നതുപോലെ മനുഷ്യൻ അവൻ്റെ ജീവൻ ആവശ്യമായതൊക്കെ, ഇപ്പം നമ്മൾ ഈ കൊറോണ വന്നപ്പോഴാണ് മൂക്കിൽ വെള്ളം കയറ്റി ചെയ്തിട്ടുമെന്ന് ഇവർ പറഞ്ഞത്. എന്നാൽ ശാസ്ത്രം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, നിത്യമായി ഒരു ദിവസത്തിൽ 5-6 പ്രാവശ്യമെങ്കിലും വെള്ളം മൂക്കിൽ കയറ്റി ചീറ്റിക്കളയുന്ന വ്യക്തികൾക്ക് ബ്ലഡ് ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത വളരെ കുറവാകുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമം എല്ലാം ശാസ്ത്രീയമാണ് എന്നാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ബ്ലഡ് ക്യാൻസർ തടയാനുള്ള മരുന്നാണ് ഇതിപ്പോൾ യോഹയിൽ പലതിനും മരുന്നായിട്ട് പറയുന്നുണ്ട്. തിരിഞ്ഞില്ല. അപ്പം അത് ഇവിടെയുള്ള ധാരാളം ആസ്മ രോഗികൾക്ക്, ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖമുള്ള ആളുകൾക്ക് എന്താ ശാസ്ത്രീയ വശം? അതിന് മരുന്നുണ്ടോ? ഇല്ല, മരുന്നില്ല. വിളിച്ചാ എന്താ ഇവിടെ വശങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മരുന്നെന്താ? പുറം വളയാതെ തല മാത്രം മേപ്പോട്ട് ഉയർത്തി പുറകോട്ടിങ്ങനെ നോക്കുക എന്നുള്ള. അതിന് ഒതുവെടുത്തു കഴിഞ്ഞാൽ ആകാശലോകം കൊള്ള കണ്ണും കയ്യും ഉയർത്തിക്കൊണ്ട് 3 വട്ടം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 സമയങ്ങളിൽ ഈ വ്യായാമം ചെയ്താൽ അവൻ്റെ ശ്വാസകോശം വികസിക്കുകയും ഒരു കാലത്തും അവന് ആസ്മ രോഗം വരികയും ചെയ്യില്ല. അതിൻ്റെ വികാസക്കുറവാണ് ഈ പ്രശ്നം. ഇതില്ല, ശരിക്ക് പെരടി മാത്രമേ വളയാവൂ, തല മാത്രമേ അങ്ങോട്ട് വളയാവുള്ളൂ. പുറകോട്ടങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെ നമ്മളെ ഇവിടെ നിന്ന് നല്ല നെണ്ണം ഞരമ്പുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് വലിവ് കിട്ടുന്നതായിട്ട്. ചുമ്മാ അങ്ങനെ ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല. അതിന് മേപ്പോട്ട് നോക്കണം. അത് നോക്കുമ്പോൾ കണ്ണ് അങ്ങോട്ട് ഇങ്ങനെ മേപ്പോട്ട് ആകാശം കൊണ്ട് ഉയർത്തിയിട്ട് ദ്വാരക്കണമെന്നാണ് പറഞ്ഞത്. ആ വശവും ശാസ്ത്രീയമാണ്. ആസ്മയുടെ അസുഖം പിടിപെടാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് എന്ത്? തല ശ്വാസം പിടിച്ചുകൊണ്ട്, അല്ല ഇനിയിപ്പോൾ വ്യായാമം കൂടി കൊടുത്തി പറഞ്ഞിരിക്കും. ശ്വാസം എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ശ്വാസം അങ്ങനെ എന്ത് ചെയ്യണം? മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ശ്വാസം വിട്ടുകൊണ്ട് ഈ തല മാത്രം പുറകോട്ട് ഇങ്ങനെ അങ്ങോട്ട് വളയ്ക്കുക. തല മാത്രം പുറകോട്ട് വളച്ച് അപ്പുറം കാണണം. ആ നിലക്കാട് വളയ്ക്കുക. തല മാത്രം, പുറം വളയരുത്. കൈ എന്ത് ചെയ്യണം? രണ്ടും പുറകിൽ തിരിഞ്ഞില്ല,
കൂട്ടി ഇങ്ങനെ എന്ത് ചെയ്യാൻ പിടിക്കുക, അണ്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ രണ്ട് കൈ എന്ത് ചെയ്യുന്നതിന് പുറകിൽ കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഈ തല മാത്രം അങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് പോവാം. അങ്ങനെ എന്ത് ചെയ്യുക, പുറകോട്ട് നോക്കി എന്നെ കിടക്കുന്നവൻ ശ്വാസം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, തല നിർത്തി യഥാർത്ഥ പൊസിഷനിൽ കൊണ്ടുവരാം. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് അങ്ങോട്ട് പോവുക. ഇങ്ങനെ 10 പ്രാവശ്യം ദിവസേന ചെയ്യുന്നതായാൽ യുവസ്യവു ശ്വാസകോശം വികസിക്കും. അങ്ങനെ വികസിച്ചാൽ പിന്നീട് വരം എഴുതി ഇലയി ആസ്മ വരില്ല എന്നാണ് തെന്നിന്. അപ്പോൾ എല്ലാത്തിനും ചികിത്സയുണ്ട്, മരുന്നുണ്ട്, വ്യായാമങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ പുതിയ വൈദ്യശാസ്ത്രം ചെയ്തു കൊടുക്കുന്നത്. ഈ വ്യായാമമൊക്കെ ഇസ്ലാം മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാനിപ്പോൾ തെന്നില്ല. ശരിയായ രൂപത്തിൽ നമസ്കരിക്കുന്ന ഒരൊറ്റ വ്യക്തിക്കും ഡിസ്ക് കംപ്ലൈൻറ്റ് വരില്ല. ഇത് ശരിയായ രൂപത്തിൽ നിസ്കരിക്കാതെ നിക്കാലത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ചുമ്മാതി വയറിന് ഉപ്പുപ്പാടമായി എന്ത് ചെയ്യുന്നുണ്ട്, നിന്നിട്ടാണ്. ഇപ്പോൾ റിയാസ് നിൽക്കണ പോലെ നിന്നിട്ടാണ്. റിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, നീട്ടം കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യണം, എന്താ ഇസ്ലാം പറഞ്ഞത്, മുട്ടിലേക്ക് കൈ കൊടുത്ത് എല്ലാ കസേരികളും ഇങ്ങനെ നേരെയാവാൻ പാകത്തിന് നീണ്ടു നിറന്ന് പലക പോലെ നിൽക്കുക എന്നാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നോക്കിക്കൊള്ളണം, ശരിക്കും നിന്നാൽ നമുക്കറിയാം തള്ളവിരൽ മുതൽ ഇങ്ങോട്ടുള്ള സർവ്വ നാടി ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്നതായിട്ട് കാണാം. നിന്ന് നോക്കണം. അങ്ങനെ റുക്കൂ ചെയ്യുന്നവനായാൽ പിന്നെ അവൻ്റെ ഡിസ്കിന് കംപ്ലൈൻറ്റ് വരും, പിന്നെ അവന് നടുവേദന ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ആരാധനയും എന്തല്ല, ഇവിടെ കൈകൈകളല്ലായിരുന്നോ, കൊറോണ വന്നപ്പോൾ എന്തായിരുന്നു പണി, കൈകൈകളും വായ കൈകളും മൂക്ക് കൈകളും, ഇത് തന്നെയല്ലായിരുന്നു പണി. ഇത് ഇസ്ലാം എന്നേ പറഞ്ഞതാണ് ഈ കൈകൈകളും മൂക്ക് കൈകളും വായ കൈകളും. അതിൻ്റെ ശാസ്ത്രീയ വശം ഇന്നൊന്നും കണ്ടെത്തിയതല്ല. 1988, 86, 87 കാലങ്ങളിൽ അല്ലെങ്കിൽ 83, 85 കാലങ്ങളിൽ കണ്ടെത്തിയതാണ്. നിത്യമായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത 90% കുറവാണ്. ഇനി അത് ചെയ്തിട്ടും ബ്ലഡ് ക്യാൻസർ ആർക്കെങ്കിലും വന്നാലോ അത് ദൈവ തീരുമാനമാണ്. അതിനെ മറികടക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് ലോകത്ത് വിവരമുള്ള എല്ലാവരും സമ്മതിക്കുന്ന കേസുമാണ്. കാരണം ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ദീർഘായുസിന് വേണ്ടി യോഗാഭ്യാസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ മാഷ് എന്ത് ചെയ്തു, അമേരിക്കയിലായിരുന്നു. അയാൾ 60 വയസ്സത്തിന് 56, 57 വയസ്സിന് വെച്ച് തിരിഞ്ഞില്ല 56 വയസ്സിൽ. അപ്പം എന്തില്ല, എന്നിട്ട് സാധ്യമല്ല, ദീർഘായുസ് ഉണ്ടാക്കാൻ യോഗയ്ക്കൊന്നും സാധിക്കില്ല. അതൊക്കെ പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. ഒരവധി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിയാൽ ഒരല്പം അങ്ങോട്ട് മുന്താനോ അല്പം അങ്ങോട്ട് പിന്താനോ പറ്റില്ല. സെക്കൻഡിൽ പണി നടക്കും. അതിനെന്ത് ചെയ്യുന്നുണ്ട്, യോഗ ഉണ്ടായിട്ടും കാര്യമില്ല, ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. പിന്നെ ജീവിക്കുന്ന കാലം ശരീരത്തിന് ആരോഗ്യത്തോടെ ജീവിക്കാനാണ് ഈ വ്യായാമ മുറകളെല്ലാം പറഞ്ഞത്. തിരിഞ്ഞില്ല. അങ്ങനെ തുടങ്ങി ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും ശരിക്കുള്ള ആരോഗ്യം ലഭിക്കുന്ന വ്യായാമ മുറകൾ ഉണ്ട്. അതെന്ത് ചെയ്യണം, ചെയ്യുമ്പോൾ നെയ്യത്തുണ്ടാവണം. ഇത് ഞാൻ ചെയ്യുന്നത് എനിക്കെന്ത് ചെയ്യുന്നുണ്ട്, ഇബാദത്തുകൾ ചെയ്യാൻ ആരോഗ്യമുണ്ടാവുന്നതിന് വേണ്ടിയും ദീൻ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിന് വേണ്ടിയും എൻ്റെ ആരോഗ്യം നിലനിന്ന് കിട്ടാനാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നെയ്യത്തിൽ ഒരാൾ എന്ത് ചെയ്ത് വ്യായാമം ചെയ്താൽ ആ വ്യായാമം എന്ത് തന്നെയാണ്, ഇബാദത്ത് തന്നെയാണ്. ആ വ്യായാമം ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടൊന്നുമില്ല. അതിന് വ്യായാമ മുറകളുണ്ട്. അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം, അമിതമാവാൻ പാടില്ല. ആയുർവേദം തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഹിതമായ ഭക്ഷണം മിതമായ വ്യായാമം എന്നാണ് ആയുർവേദത്തിൻ്റെ മാനദണ്ഡം. ഹിതമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഭക്ഷണം കഴിക്കാം, നമുക്ക് പറ്റാത്ത തിന്നരുത്. നമ്മുടെ ശരീരത്തിൽ എന്നാൽ അത് വായുകോപമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. ചിലർക്ക് ചില ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യുന്നത്, വയറ്റിൽ പിടിക്കുന്നില്ല, വയറിളക്കം പിടിക്കും, അത് കഴിക്കരുത്. ഗ്യാസ് കയറും, അത് കഴിക്കരുത്. ചിലർക്ക് പറ്റുന്ന ഭക്ഷണമുണ്ട്, അതങ്ങ് കഴിക്കാം എന്നല്ലാതെ പറ്റാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതോടുകൂടി ആരോഗ്യ പരിപാടി തുടങ്ങുകയാണ്. ആ തുടങ്ങൽ ഫസ്റ്റ് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ആരോഗ്യ പരിപാലനമാണ്. ഇപ്പോൾ അത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ എണീറ്റാൽ കൈ വൃത്തിയായി കഴുകേണ്ടതാണ്. കാരണം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും രാത്രി കാലങ്ങളിൽ നമ്മൾ ശരീരം കൈ സഞ്ചരിക്കുന്നുണ്ട്. കൈയുടെ നഖത്തിനടിയിൽ ധാരാളം അണുക്കൾ എന്തിയെ കുമിഞ്ഞുകൂടുന്നുണ്ട്. അത് രാവിലെ എണീറ്റ് എന്തിയെ കഴുകിക്കളയുമ്പോഴാണ്
അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഇവർ പറഞ്ഞാൽ ഹാൻഡ് വാഷുകൾ ഉപയോഗിച്ച് കഴുകിക്കളയുമ്പോഴാണ് ഈ അണുക്കളെല്ലാം പൂർണ്ണമായും എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോകുന്നത്. രാവിലെ എണീച്ചിട്ട് ഒരു മറ്റേ ടെലസ്കോപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്ന പുഴുങ്ങണഞ്ഞ് വളക്കുന്നത് നഖത്തിൻ്റെ ഉള്ളിൽ എന്തിനാ, എന്നിട്ട് അത് വലിച്ചു വരുത്തില്ല. ഇത് ഒരു സമയത്ത് മാത്രമല്ല പല സമയത്തും ഉണ്ടാകുന്നതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. വായയും കഴുകണം എന്ന് പഠിപ്പിച്ചത്. കാരണം വായയിലും ധാരാളം അണുക്കൾ ഒരുമിച്ച് കൂടും. ഇതെല്ലാം കഴുകി പുറത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അണുക്കളെല്ലാം താഴോട്ട് പോകാൻ പാടില്ല. കാരണം വായയുടെ ഉള്ളിൽ ഇങ്ങനെ ഉമിനീരും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കൂടി കഴുകി വായൊക്കെ കുപ്പിളിച്ച് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ എന്ന് ഇസ്ലാം പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിൽ ശാസ്ത്രീയമല്ലാത്ത ഒന്നും തന്നെയില്ല. പക്ഷേ അത് കണ്ടെത്താനും മനസ്സിലാക്കാനും കഴിയാത്തത് കൊണ്ട് ഇതൊരു പഴഞ്ചൻ മതമാണെന്ന് ആരോ മനസ്സിലാക്കി പോയിട്ടുണ്ട്. അത് പഴഞ്ചനല്ല എന്ന് തെളിയിക്കാൻ പുറത്തു വരുന്നവർ വിവരലിംഗട്ടവന്മാരായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇസ്ലാമിനെ കുറിച്ച് അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. தெரிஞ்சிല്ല, ഇസ്ലാം പരിചയപ്പെടുത്താൻ വിവരമുള്ളവർ പരിചയപ്പെടുത്തണം. അല്ലാതെ വിവരമില്ലാത്തവനാണെങ്കിൽ ഇസ്ലാം മതം പറയാൻ പോകരുത്. എനിക്ക് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് വിവരമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് സംസാരിച്ച് ശരിയാവും. എനിക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു സംസാരിക്കാൻ അറിയാമോ? ആധുനികമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറയാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന പണി അവരെടുക്കുക. അതുകൊണ്ടാണ് പണ്ട് ശംസുൽ ഉലമ പറഞ്ഞത്, ഡോക്ടർമാർ ഇതിൻ്റെയൊക്കെ എണ്ണം നോക്കിയാൽ മതി, കൃമിയുടെ എണ്ണമൊക്കെ നോക്കിയാൽ മതി, ദീനത്തിൽ എന്താ വേണ്ടതെന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം. അതിനകത്ത് ഡോക്ടർമാരൊന്നും ഇറങ്ങി ഇടപെടണ്ട. കാരണം ഇപ്പോൾ ഡോക്ടറേറ്റ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. 10 ആളെ കൊന്നാലും ഡോക്ടറേറ്റ് കിട്ടും, അങ്ങനെയുണ്ട് അല്ല. ഇപ്പോൾ 10 ആളെ കൊന്നാലും ഡോക്ടറേറ്റ് ഉണ്ട്, തിരിഞ്ഞോ? അപ്പം അതുകൊണ്ട് ആരോഗ്യപരമായി നമ്മുടെ രാജ്യം വളരണം. പക്ഷെ 2 ദിവസത്തിന് മുമ്പുള്ളൊരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഉണർത്തണം. സർക്കാർ ഹോസ്പിറ്റലുകൾ, ഞങ്ങൾ എറണാകുളം ജില്ലയ്ക്ക് ജനറൽ ആശുപത്രിയേ ഉള്ളൂ, അവിടെ എന്തില്ല, മെഡിക്കൽ കോളേജില്ല. കോട്ടയത്തിനുണ്ട്, ആലപ്പുഴയ്ക്കുണ്ട്, തിരുവനന്തപുരത്തിനുണ്ട്, കണ്ണൂരിനുണ്ട്, കോഴിക്കോടിനുണ്ട്, വയനാടിനില്ല. ശരിയില്ല. ഇങ്ങനെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ചികിത്സയുള്ള സ്ഥലമാണ്. ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മൂത്ത കുട്ടിയെ ഹോസ്പിറ്റലിലാക്കി, അതിനെന്ത് ചെയ്യുന്നുണ്ട്, കാവലിരിക്കാൻ ആരുമില്ലാതെ അച്ഛൻ എന്ത് ചെയ്ത് കൊണ്ടുവന്ന് അനീത്തിനെ കാവലുകാരിയാക്കി. അനീത്തി ആദ്യം തന്നെ മഞ്ഞപ്പിത്തം പിടിപെട്ട് അത് മരിച്ചു. പിറ്റേന്ന് തന്നെ ആരും മരിച്ചു, ചേർത്തിയും മരിച്ചു കഴിയുമ്പോൾ ആ ശവസംസ്കാരം നടക്കുന്നതിന് മുമ്പ് ഇളയ കുഞ്ഞ് കുഴഞ്ഞു വീണു. അതിനെടുത്ത് വീണ്ടും എവിടെ കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജിൽ അത് കൊണ്ടുവന്നു. അപ്പോഴും അവിടുത്തെ സംവിധാനവും അശ്രദ്ധയും മറ്റുള്ള കാര്യങ്ങളും ഉത്തരവാദിത്വമില്ലായ്മയും ആണ് ഈ കുട്ടികളുടെ രോഗം മൂർച്ഛിക്കാനും മരിക്കാനും കാരണമായതെന്നാണ് സംഭവം വാർത്ത വരുന്നത്. എന്തായാലും ഈ കുട്ടികൾ നില പരവുമായി മോശമായി കാണുന്നുണ്ട്. പോയി പെട്ടെന്നെടുത്ത് കിംസി കൊണ്ടുപോയി അഡ്മിറ്റാക്കിയിട്ട് ഹോസ്പിറ്റലിൻ്റെ പുറത്തു നിന്ന് ഇയാൾ പൊട്ടി കരയാൻ തുടങ്ങി. കാരണം ചികിത്സയ്ക്ക് വലിയ തുക വേണം, ആര് കൊടുക്കും? ഇയാളുടെ അടുത്തൊന്നുമില്ല, ഒരു പാവപ്പെട്ട മനുഷ്യൻ. അപ്പോൾ ആ കരച്ചിൽ കണ്ടെന്ത് ചെയ്ത് മീഡിയകളെല്ലാം ഇടപെട്ട്, ചാനലുകളെല്ലാം ഇടപെട്ട്, പ്രത്യേകം അടുത്ത MLA ഇടപെട്ട് എന്ത് ചെയ്യുക, ചികിത്സയ്ക്ക് വേണ്ട എന്ത് ചിലവ് വന്നാലും ഞാൻ തന്നോളാമെന്ന് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്ത് വാക്ക് കൊടുത്ത് ആ കുട്ടിയെ ചികിത്സിച്ചു. ആ കുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്തിനാ ഈ മെഡിക്കൽ കോളേജിലൂടെ, ഈ ആരോഗ്യ വകുപ്പിലൂടെ എന്താ പരിപാടി? ഒരു കുട്ടി അവിടെ ചെന്നാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്ത് രോഗിയായി ചെന്ന് കഴിഞ്ഞാൽ രോഗിക്ക് വേണ്ട പരിചരണവും മരുന്നും കൊടുക്കൽ എന്ത് ചെയ്യും, അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ബാധ്യതയല്ല, അത് പ്രവർത്തിപ്പിക്കേണ്ടവരുടെ ബാധ്യതയല്ലേ? ഗവൺമെൻറ്റല്ലേ ഇത് പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഹോസ്പിറ്റലുകളെ കുറ്റം പറയല്ല, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചവരെ വേണ്ടതുപോലെ പ്രവർത്തിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവർക്ക് ബാധ്യതയുണ്ട്. ശമ്പളം കൊടുക്കാൻ മാത്രമല്ല ബാധ്യതയുള്ളൂ. അതിനല്ലേ സൂപ്രണ്ടിനെ അവിടെ വെച്ചിരിക്കുന്നു. സൂപ്രണ്ടിന് എന്താ ജോലി? അപ്പം ഇതൊക്കെ എന്ത് ചെയ്യണം, ഒരു രോഗിയും തൻ്റെ കീഴിൽ വരുന്ന, ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ അധികാരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അധികാരത്തിൽ വല്ല വീഴ്ചയും വന്നാൽ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന ആൾ ആഖിറത്തിൽ. ഇസ്ലാമിൽ മെഡിക്കൽ കോളേജിൽ നിന്നല്ല, എല്ലാ സ്ഥലത്തും ഏൽപ്പിച്ചിരിക്കുന്നവർ അവരവരുടെ ഡ്യൂട്ടികൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം.
അപ്പം എന്ത് ചെയ്യണം, ഒരു ഹോസ്പിറ്റൽ സൂപ്രണ്ട് ആ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെ കണക്ക് വേണം, അവരെ പരിചരിക്കാൻ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ശ്രമങ്ങളും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അതിന് വേണ്ട സാമഗ്രികളും സംവിധാനങ്ങളും എല്ലാം ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, ഗവൺമെൻറ് ഒരുക്കി കൊടുക്കണം. വേണ്ടേ? ഇതൊക്കെ പറയാൻ ആർക്കുണ്ട്? ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഞങ്ങൾ കയ്യാവുന്നൊക്കെ ചെയ്തു, ആരും പറയാനില്ല. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങനെ പുറത്തു വന്നൊരു വാർത്ത, പുറത്തു വരാത്ത വാർത്ത എങ്ങനെ? നമ്മുടെ ദർശയിൽ തന്നെ ഒരു കുട്ടിക്ക് എന്ത് ചെയ്ത് ഇപ്രകാരം മഞ്ഞപ്പിത്തം പിടിപെട്ടു. ഞാൻ പള്ളിക്കൽ ബസാറിൽ നിൽക്കുന്നത് കേട്ടോ. ആ കുട്ടി എന്ത് ചെയ്ത് പലയിടത്തും ചികിത്സിച്ച് രക്ഷയില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അന്ന് വലിയ കുട്ടികളാണ് ഇതിനൊക്കെ പോയത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജുമയും ഒക്കെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, അന്നത്തെ ജുമാസ്കാരം കുത്തുബ എല്ലാം കഴിഞ്ഞതിന് ശേഷം 3-ാം ദിവസമായി. രണ്ട് കുട്ടികളെ കൂട്ടി നമുക്ക് അവിടെ നിന്ന് പോയി നോക്കല്ലേ എന്ന് പറഞ്ഞ് പോയി. ചെന്ന് നോക്കുമ്പോൾ ഇവൻ അവശനായി ഛർദ്ദിച്ച് ഇവൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങേയറ്റം എത്തി കിടക്കുകയാണ്. ആ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്ത് തന്നെ ഒന്ന് അവിടുത്തെ നഴ്സിനോട് പറഞ്ഞപ്പോൾ അതിന് അവിടെ വന്നെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യേണ്ട, നിങ്ങളവിടെ തരാൻ ഇറങ്ങാൻ പറഞ്ഞു. എന്ത് ചെയ്തു, കുട്ടി ഇറങ്ങി. ആ കുട്ടി അന്ന് കാലത്ത് മെയിനായ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏതാണ്ട് 15,000 രൂപ മുടക്കിയാണ് എന്ത് ചെയ്ത് 25 വർഷം മുമ്പ് ഞാൻ ചികിത്സിച്ച് രക്ഷപ്പെടുത്തി വിട്ടു. ആ കുട്ടി മരിച്ചു പോയത്. കാരണം ഒരു ശ്രദ്ധയില്ല. വന്നിട്ടും പോയിട്ട് എന്ത് ചെയ്യുന്നു, കുറേ ഗ്ലൂക്കോസ് കൊണ്ടു കൊടുക്കുക, കിടക്കാൻ എന്ത് ചെയ്യുക ഒരു ഏരിയ പോലും ഇല്ല, ഒരു വിരിപ്പും വിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കിടക്കുക. പാവപ്പെട്ടവൻ്റെ അത്താണിയാണല്ലോ ഈ പറയുന്ന ഹോസ്പിറ്റലുകളൊക്കെ. അല്ലേ? ഇവരെയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഇവിടുത്തെ ബാധ്യതയല്ലേ? അതിനൊക്കെ നമ്മളൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, അതിര സേവനത്തിലേക്കുള്ള പിരിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധ പതിയേണ്ടവിടത്ത് ഭരണാധികാരികളും ഉത്തരവാദിത്തപ്പെട്ടവരും ശ്രദ്ധ ചെലുത്തണം. ചെലുത്തിയില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദ്യം ചെയ്യും. വെറുതെ ഒന്നും വിടില്ല. ഒരു ചെറിയ കുടുംബത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചാൽ പോലും അതിനകത്ത് എന്ത് വീഴ്ച വന്നു, നിന്റെ ഭാഗത്ത് എന്ത് കുഴപ്പം വന്നതിനൊക്കെ മറുപടി പറയാണ്ട് അവിടെ നിന്ന് നീങ്ങാൻ പറ്റില്ല. ഈ ഒരു ഉത്തരവാദിത്ത ബോധം എല്ലാവർക്കും വേണം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്ത ബോധം ഇല്ലാതെ വന്നാൽ അപ്പോൾ 2 കുട്ടികൾ നഷ്ടപ്പെട്ടു, ഇനി എൻ്റെ ഈ ഒരു കുഞ്ഞിനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് കരഞ്ഞുകൊണ്ട് മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊന്നും ചികിത്സയില്ല ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. ഞാൻ പറഞ്ഞത്, രോഗത്തിൽ വരാതെ നമ്മൾ കാക്കുക, അതിനുള്ള വഴികൾ നമ്മൾ എടുക്കുക. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ മുതൽ കൈയും കാലൊക്കെ കൈ കഴുകണം. കഴുകാതെ എന്ത് ചെയ്യരുത്, വെള്ളത്തിൽ കൊണ്ടുപോയി നിങ്ങൾ കഴുകിയിടരുത്. റസൂലുള്ളാഹി പറഞ്ഞു. ആ ഹദീസിന് എങ്ങനെയാണ് ഉള്ളത്? ഒരാൾക്കും അറിയില്ല അവൻ്റെ കൈ എവിടെയായിരുന്നു രാപാർത്തത് എന്ന്. ഉറക്കത്തിൽ പലയിടത്തും ചൊറിഞ്ഞിട്ടും മാന്തിയിട്ടൊക്കെ ഉണ്ടാവാം. ധാരാളം അണുക്കൾ ഈ നഖത്തിൻ്റെ ഇടയിലുണ്ട്. കൈ കഴുകാതെ രാവിലെ എണീറ്റിട്ട് കൈ എന്ത് ചെയ്യരുത്, വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കരുത് എന്നെന്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ അതുപോലെ എല്ലാ ഓരോ കാര്യങ്ങളും മിസ്വാക്ക് ചെയ്യണം, പല്ല് തേക്കണം, ഇത് പഠിപ്പിച്ചിട്ടില്ലേ? നബി ഉറക്കത്തിൽ നിന്ന് എണീച്ചാൽ പല്ല് തേക്കലായിരുന്നു പരിപാടി, പഠിപ്പിച്ചിട്ടില്ലേ? ഇതൊക്കെ എന്ത് ചെയ്യും, എപ്പോഴും തേച്ചുകൊണ്ട് നടക്കലായിരുന്നു, അങ്ങനെയല്ലേ? അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, എല്ലാ ദന്തശുദ്ധീകരണം, അതുപോലെ വായ ശുദ്ധീകരണം, മൂക്ക് ശുദ്ധീകരണം എല്ലാം വൃത്തിയായി. അതുകൊണ്ടിട്ടാണ് എന്ത്, തഹൂറു നിസ്ബുൽ ഈമാൻ, വൃത്തി എന്നുള്ളത് ഈമാനിൻ്റെ പകുതിയാണ്. ഒരുത്തം വൃത്തിയില്ലാതെ നടക്കുന്ന കണ്ടാൽ തീരുമാനിച്ചോണം ഇവൻ്റെ ഈമാൻ ശരിയല്ല. കാരണം വൃത്തിയില്ലാതെ വൃത്തികേടായിട്ട് എന്ത് ചെയ്യും, മുസ്ലിമിന് ജീവിക്കാൻ പറ്റില്ല. ഉള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ ചില്ല തുണിയാണെങ്കിലും അത് കഴുകി വൃത്തിയാക്കി കൊടുക്കുക. അതെന്ത് ചെയ്യുന്നുണ്ട്, തുണിയും കൊണ്ട് ബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ കമ്മീസ് ഇറങ്ങിയോട് കൂടിയിട്ട് അടിയിലെല്ലാം ചീഞ്ഞ് അലിഞ്ഞ് പുഴുത്ത തുണി, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതങ്ങ് എടുത്തിടും. അതെടുത്തിട്ടിട്ട് ഇതങ്ങ് പൊക്കെ ഇതാണ് പൊന്തിച്ച് കഴിഞ്ഞാൽ കാണാൻ ഇതിൻ്റെ അടിയിൽ ഇതില്ല. തെരുവിലൂടെ തെണ്ടാൻ നടക്കുന്ന ആളുകളുടെ വസ്ത്രം പോലത്തെ വസ്ത്രം. പിന്നെ ഇവർക്ക് ചൊറി പിടിച്ചില്ലെങ്കിലല്ലേ, എക്സിമ വന്നില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. വൃത്തി എന്നുള്ളത് ഏറ്റവും സുപ്രധാനമാണ്. അതില്ലാതെ ജീവിക്കുന്ന ഒരൊറ്റ ഒരുത്തനും വേണ്ടതുപോലെ ഈമാനില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എണീച്ച് കൈ കഴുകണം, വായിൽ വെള്ളം കുപ്പിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. ഈ 1 കപ്പ് വെള്ളം കൊണ്ടാണ് ചെയ്യേണ്ടത്. അല്ല 2 കൈയും കൂട്ടിയല്ല വായിൽ വെള്ളം കുപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും.
ഇനി അതല്ലെങ്കിൽ വായിൽ വെള്ളം കൊടുക്കുക, മൂക്കിൽ വിരൽ കൊടുക്കുക എന്നുള്ള പരിപാടി അതും പാടില്ല. ഇതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. കാരണം എന്താ, വെള്ളം എടുക്കുക കാണിക്കുക, അതെന്ത് പരിപാടിയാണ്? അപ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യണം, നമ്മൾ വായിൽ കൊടുക്കണം, മൂക്കിലും കൊടുക്കണം. അപ്പോൾ ഇത് ഒതുവിന് മുമ്പുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചീറ്റലും പറിക്കലൊക്കെ അതൊക്കെ അതിന് മുമ്പ് ചെയ്യുക. എന്നിട്ട് മൂക്കൊക്കെ കുത്തി മാന്തി ഒക്കെ കഴുകുക, വൃത്തിയാക്കുക, അങ്ങനെ കൊണ്ടുപോയി നടക്കുക. വിവരക്കേട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പലയിടത്തും ഉണ്ട്. ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മഹാനായ ഇബ്രാഹിം നബിയെ അന്ന് എന്ത് ചെയ്യുന്നുണ്ട്, 8-9 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഫാത്തമ്മഹുന്ന അതിനെയൊക്കെ പൂർത്തീകരിച്ചപ്പോൾ ഇനി ജായിലുക ലിന്നാസി ഇമാമ എന്ന് പറഞ്ഞ പോലത്തെ ഹദീസിനകത്ത് എന്താ ഉള്ളത്? ആ കാര്യങ്ങളിൽപ്പെട്ടതായിരുന്നു ഹർഷരോമം നീക്കുന്നത്, അല്ലേ? അതിൽപ്പെട്ടതായിരുന്നു ഗുഹ്യരോമം നീക്കുന്നത്, അല്ലേ? അതിൽപ്പെട്ടതായിരുന്നു എന്ത് ചെയ്യുന്നു, മീശ ചുണ്ടിൻ്റെ ചുവപ്പ് ഒളിവാകുന്ന പരിധിയിൽ വെട്ടൽ, അല്ലേ? അതിൽപ്പെട്ടായിരുന്നു താടി നീട്ടി വളർത്തൽ, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പല്ല് തേക്കൽ അതിൽപ്പെട്ടതായിരുന്നു, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കർഷരോമം നീക്കാനായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പണ്ട് കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് അവസാനം ഇങ്ങനെ വന്നിരുന്ന എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. അന്നപ്പോൾ ആരും തുണിയും മുണ്ടൊക്കെ ആയിട്ടില്ല. ഇന്നിപ്പോൾ എന്ത് ചെയ്യുക, മറ്റേ പൂർണ്ണമായിട്ട് കോട്ടും ധരിച്ചുകൊണ്ടാണ് അവിടെ പോണേ, അവിടെ ചെല്ലുന്നത്. ഇനി അല്ലാതെ ഇനിയിപ്പോൾ ചെന്നാലും ബാർബർ ഷാപ്പുകാരൻ നമ്മുടെ കഷമൊന്നും എന്ത് ചെയ്ത് വൃത്തിയാക്കി തരില്ല. അതിനെന്ത് ചെയ്യണം, നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ അത് ഉപയോഗിച്ച് കക്ഷത്തിലെ രോമം എല്ലാം പഠിച്ച് നീക്കണം, പറ്റുമെങ്കിൽ പറിച്ചും കളയണം. തിരിഞ്ഞില്ല. അങ്ങനെ എന്ത് ചെയ്യണം, കക്ഷത്തിൽ രോമം വളരാൻ പാടില്ല, കാരണം അവിടെ ധാരാളം അണുക്കൾ വന്നിരിക്കും. അതോടൊപ്പം തന്നെ ഗുഹ്യരോമങ്ങൾ വളരാൻ പാടില്ല. ഇന്നാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആരാണ്ടൊരാൾ മീഡിയയിൽ വന്നിട്ട് പറയാം, അത് നീക്കരുത്, രോഗാണുക്കൾ വരും, അവിടെ പല ജാതി അസുഖങ്ങളും അണുബാധയ്ക്കും സാധ്യതയുണ്ട്. ആരാ? ബുദ്ധി പകുതിയേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു പെണ്ണ്, ഡോക്ടറാന്നാണ് പറയുന്നത്, എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് പറയാണ്, അങ്ങനെ ആരും നീക്കരുത്, അവിടെ എന്ത് ചെയ്യും, രോഗാണുക്കൾ വരും അത്ര. അപ്പോൾ വലിയ വിവരമല്ല ഡോക്ടർ കിട്ടിയത്. ഇതില്ല, അത് നീക്കണമെന്നും 40 ദിവസത്തിൽ ഒരിക്കലും നീക്കിക്കളഞ്ഞില്ലെങ്കിൽ ദ്വാക്ക് ഇജാബത്ത് പോലും ഉണ്ടാകില്ല എന്നും പലയിടത്തും മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നീക്കിക്കളഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവില്ല, ദ്വാ ഇരക്കുന്ന ദ്വാക്ക് പോലും ഇജാബത്ത് ലഭിക്കാൻ തടസ്സമാകുന്നത്. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കാൻ പോലും തടസ്സമാകുമെന്നാണ് ഇസ്ലാമിലെ അധ്യാപനം. എന്നിട്ട് വന്നിട്ട് അത് നീക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, പല അണുബാധയ്ക്കും കാരണമാകും, പലരും ആ വിവരക്കേട് ചെയ്യുന്നുണ്ട്. തിരിഞ്ഞ. അപ്പോൾ ഇവരൊക്കെ ശാസ്ത്രം പഠിപ്പിക്കട്ടെ, എന്താണ് ആരോഗ്യശാസ്ത്രം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതൊക്കെ നീക്കി വൃത്തിയായി എന്തിയെ കൊണ്ടുപോയി നടക്കാൻ ഇസ്ലാം കൽപ്പിച്ചതാണ്. ഇസ്ലാം കൽപ്പിച്ച ഒരെണ്ണത്തിനും തിരിഞ്ഞില്ല. ഒട്ടാവോ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല സർവകലാശാലകളും നടത്തിയ പരിശോധനയിൽ അന്നത്തെ ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞതായിരുന്നു ചേലാകർമ്മം ചെയ്യണമെന്ന്. അതിനു മുമ്പ് വരെ ചേലാകർമ്മം ഇല്ലായിരുന്നു. അങ്ങനെ ചേലാകർമ്മം ചെയ്യണമെന്ന് കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി എന്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വലിച്ചു വെച്ച് ചേലാകർമ്മങ്ങൾ ചെയ്യാനുണ്ടായത്. പിന്നെ ജിബ്രീൽ വന്ന് മരുന്ന് വെച്ചു എന്നാണ് നമ്മൾ കിതാബിൽ കാണുന്നത്, അല്ലേ? അങ്ങനെ ഇരിക്കെ ഈ ചേലാകർമ്മം ചെയ്യൽ അതും കണ്ടെത്തിയപ്പോൾ എന്തായി, അങ്ങനെ ചേലാകർമ്മം ചെയ്യുന്നവർക്ക് എയ്ഡ്സ് രോഗം പിടിപെടാനുള്ള സാധ്യത 90% കുറവാണ് എന്ന് അന്നും അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു കടലാസ് ഇപ്പോഴും എൻ്റെ അടുത്ത് കാണണം. എത്രയോ കാലം മുമ്പ് ഒരു പത്രക്കട്ടിങ്ങാണ് അത്. തിരിഞ്ഞില്ല. അപ്പോൾ ചേലാകർമ്മം ചെയ്യണമെന്ന് ഇപ്പോൾ അതെല്ലാവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മതമൊന്നും ഇല്ലാതായിട്ടുണ്ട്. കാരണം എന്താ, അതുകൊണ്ട് പലർക്കും, ചില കുട്ടികൾക്ക് മൂത്ര തടസ്സം, മറ്റു ചിലർക്ക് പല പ്രശ്നം, ഇതൊക്കെ വരുന്നതുകൊണ്ട് എന്തായി, ഇപ്പോൾ മുസ്ലിം അല്ലാത്തവരൊക്കെ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചെയ്യാൻ തുടങ്ങിയില്ലേ? ആണോ? അപ്പോൾ എന്തായി, ഇതും ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഇസ്ലാമിൻ്റെ ഈ നടപടി ആരോഗ്യത്തിൻ്റെ ആവശ്യമാണ്. അതിൻ്റെ ഉള്ളിൽ പല ജാതി അഴുക്കുകളും ഉണ്ടാകുന്നുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ ഒരാൾക്ക് ബ്ലഡ് നിൽക്കില്ല, ചേലാക്രമം ചെയ്യാൻ പറ്റാതെ വന്നാൽ അവൻ ജനാപത്ത് കുളിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടത്തി വിട്ട് വൃത്തിയാക്കണമെന്നാണ് ഇസ്ലാം. ആണോ? ശരിയില്ല. ഈസാലുൽ മാഹ് ഏതുവരെ? അതാ ഇലൽ കുൽഫത്തി അക്കുലഫി, കുൽഫയുള്ളവൻ്റെ കുൽഫയ്ക്കുള്ളിലേക്ക് വരെ വെള്ളം ചേർത്ത് കഴുകിയാലേ എന്താവുള്ളൂ, ജനാപത്ത് ഉയരുള്ളൂ എന്നാണ് പഠിപ്പിച്ചിരിക്കണം. ആണോ? കുൽഫ ഉണ്ടാകണം എങ്ങനെയാണ്? അങ്ങനെ ചില രോഗമുണ്ട്. ചിലരുടെ ശരീരം മുറിഞ്ഞാൽ തീരെ രക്തം ഒരു മരുന്ന് കൊണ്ടും പിടിച്ചു നിർത്താൻ പറ്റില്ല. അങ്ങനത്തെ ചില അസുഖമുള്ള ആളുകളുണ്ട്. ആ അസുഖമുള്ള ആളുകൾക്ക് ചേലാക്രമം ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ അവർ മരിച്ചു പോകും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ കുളിക്കുമ്പോൾ
ഇത് വിടർത്തി എൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യണം, വെള്ളം ആക്കി എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ എന്ത് ചെയ്യണം, മറ്റേ സഞ്ചിക്കകത്തൊക്കെ വെള്ളം അങ്ങനെ കുലുക്കിയിട്ട് കമഴ്ത്തി കളയണമാതിരി കമഴ്ത്തി കളയണോ? ശരിയാണോ? അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും പഠിക്കാനാണ് ഈ പറയുന്നത്. അപ്പോൾ ശൈത്താൻ ഇങ്ങനെ കെട്ടിടുന്നുണ്ട്. ഈ കെട്ടിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ പിന്നീട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ കണ്ടെത്തും. ഒരു മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ വശമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. മാനസിക ഉല്ലാസത്തിന് തടസ്സമാകുന്ന രൂപത്തിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നുണ്ട് കിടന്നുറങ്ങുമ്പോഴെന്ന് ഇനി വൈദ്യശാസ്ത്രം കണ്ടെത്തുമായിരിക്കും അടുത്ത കാലത്ത്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞേക്കും. പക്ഷേ അതിന് പരിഹാരം എന്താണെന്ന് അവർക്ക് അറിയണ്ടാവില്ല. സാധാരണ കിടന്നുറങ്ങിയാൽ 90% എങ്ങനെ പറയാൻ പറ്റുള്ളൂ ശാസ്ത്രത്തിൽ, 90% ആൾക്കാരുടെയും ഉറക്കത്തിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ ഇതില്ല അല്ല ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറേ നേരം വേണം ഇത് ഓണാവണമെങ്കിൽ. അങ്ങനെ ഓണാവാത്ത കാരണം എന്താ? മറ്റേ ആളോട് കെട്ടിട്ട് വെച്ചിക്കാണ്. ഇതിപ്പോൾ ഹദീസിൽ എന്താ പറഞ്ഞത്? ഇവൻ ഹബീസിൻ നഫ്സായിട്ടാണ് എണീക്കുന്നത്. കാരണം എന്താ? മനസ്സിനൊരു ഇതുമില്ല, ഒരു ജാതി വയന്നിട്ട് എന്നിട്ട് അവിടെ ഉറക്കത്തിൽ നിന്ന് ഉറക്ക പായലണിച്ചിരുന്ന് ഇങ്ങനെ തിരിയാം. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് തിരിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ എണീക്കുക. പിന്നെ എണീച്ചിട്ട് അവൻ്റെ ആ പോക്കോ കൂടി കണ്ടു കഴിഞ്ഞാൽ കബറിൽ നിന്ന് എണീച്ച് പോകാൻ തോന്നുന്നു. അല്ല, കബറിൽ നിന്ന് എണീച്ചിട്ട് അവൻ പോണേന്നാണ് നമുക്ക് തോന്നുന്നു. ആ ജാതിക്കോലത്തിൽ ഉറക്കത്തിൽ നിന്ന് എണീച്ച് പുറത്ത് കിടന്ന് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ഇതില്ലേ? അതില്ലാത്തതിന് കാരണം എന്താ? ഉറക്കത്തിൽ നിന്ന് എണീച്ച ഉടനെ തന്നെ എന്ത് പറയണം? അൽഹംദുലില്ലാഹിൽ അല്ലദീ അഹ്യാന ബഅദ മാ മാതന വഇലൈഹിൻ നുശൂർ. ഇത് പറയുന്നത് കൊണ്ട് ശൈത്താന്റെ കെട്ടഴിയുമെന്നൊരു ഉപകാരം മാത്രമല്ല ലൈൻ ശക്കർത്തും ലസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. ലൈൻ കഫർത്തും, നിങ്ങൾ എനിക്ക് നന്ദികേട് ചെയ്താൽ ഇന്ന അദാബി ലശദീദ്, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കഠിനമായ ശിക്ഷയും ഉണ്ടാവും. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു എന്ന അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇല്ലെങ്കിൽ ഇതോടുകൂടി എന്ത് ചെയ്യാൻ നേരെ കബറിലോട്ടായിരിക്കും ഈ കിടക്കണ കിടപ്പ്. നാളെ വന്ന് എന്ത് ചെയ്യുന്നിട്ട് കുളിപ്പിച്ച് തെഞ്ഞില്ല എടുത്തുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കുഴിച്ചിടും. മനസ്സിലായില്ല? പിന്നെ അവിടെ പുറത്തൊന്നും വച്ചേക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലാസ്റ്റുള്ള ഉറക്കമായിരിക്കും അത്. ആ ഉറക്കം അങ്ങ് ആഹ്റത്തിലേക്ക് പോകുമായിരിക്കും. ആ പോക്കിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇനിയും ഒത്തിരി കാലം നീ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പറ്റും. അതല്ലേ ലൈൻ ശക്കർത്തും ലസീദന്നകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഉറക്കത്തിൽ നിന്ന് എന്ത് ചെയ്യുക? കിടന്നനച്ചിട്ട് അതിനേപ്പിച്ച് അള്ളാഹുവിന് എന്ത് ചെയ്യുക? ഒരു നന്ദിയില്ല, ഒരു നന്ദി വാക്കും ഇല്ലെങ്കിൽ പിന്നെ നമ്മളാണെങ്കിലോ നമ്മളൊരു ഉപകാരം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനൊരു നന്ദിയില്ല. ഇവ എന്ത് ചെയ്യുക? നമ്മളെ കാണാൻ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ തിരിഞ്ഞു പോവുകയാണെങ്കിലോ നമുക്ക് ദേഷ്യം വരില്ലേ? എന്ന മാതിരി അള്ളാഹിൻ്റെ കോപം കിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ചാൽ ഫസ്റ്റിൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ മാതന വഇലൈഹിൻ നുശൂർ ഇത് പറയണം. പറഞ്ഞതുകൊണ്ട് ഇങ്ങനത്തെ ഉപകാരങ്ങളുണ്ട്. രണ്ടാമതാ പിന്നെന്തുണ്ട്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് ചെയ്തു എന്ന ആ പുണ്യവുമുണ്ട്. വലിയാകാനുള്ള വഴിയിപ്പ് അതൊക്കെയാണ്. പടച്ചവൻ്റെ ഇഷ്ടം കിട്ടാനുള്ള വഴിയിപ്പേ അതൊക്കെയാണ്. ഉറക്കത്തിൽ നിന്ന് അടിച്ചാണ് പോലെ അല്ല കാട്ടിൽ പോയി താമസിക്കണമെന്നല്ല. പിന്നെ അവർ വീട്ടിൽ താമസിച്ചാലും മതി. കാരണം തെരീക്കത്ത് എന്ന് പറഞ്ഞാലല്ലേ അഹദുംബി അഹബത്ത കൽവർ ഹസീമത്തിങ്കരി യാവത്തിൻ മുത്തബത്തില എന്ന് പറഞ്ഞിട്ട് സൂക്ഷ്മതയോടെ ഇസ്ലാമിക് നിയമം എന്ത് ചെയ്യുന്നുണ്ട്? മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനാ. അത് കാട്ടിൽ പോയാലും വേണ്ടില്ല, വീട്ടിൽ പോയാലും വേണ്ടില്ല. ഇതൊന്നും ഇല്ലാതെ എന്ത് തോന്നിവാസങ്ങളും ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഓരോന്നും വന്ന് പറയാം, അതിൻ്റെ കൂട്ടത്തിൽ ആൾക്കാർ കൂടി കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള ആളുകളെയും മാലിന്യങ്ങളെയും ചീത്ത വിളിക്കുക. ഇതൊന്നും അല്ല. തെരീക്കത്ത് എന്താണെന്നൊക്കെ ആലിമീങ്ങൾക്ക് തിരിക്കാൻ ആരും നടക്കണ്ട. ശരിക്ക് തെരീക്കത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. തെരീക്കത്തിനെ കുറിച്ചൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചിട്ടുണ്ട്. തെരീക്ക് വേണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ തെരീക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ തെരീക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ, ഖുർആൻ അള്ളാഹ് തന്നെയല്ലേ പറഞ്ഞത് തെരീക്കത്ത് എന്താണെന്ന്. നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടം വെക്കണമെന്നും ഉണ്ടെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടം വെക്കുന്നെങ്കിൽ ഫത്തബിയൂനി, അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ പിന്തുടരുക. യുഹിബ്ബുക്കുമുള്ള എന്നാൽ അള്ളാഹ് ഇഷ്ടം പറ്റുള്ളൂ. ഇതാപ്പം തെരീക്കത്ത്. നബിയുടെ ഓരോ അത് എന്ത് ചെയ്യുന്നുണ്ട്? സൈനതി മഹദൂമിനെ പോലെ വിവരമുള്ളവരെ എഴുതി വെച്ചിട്ടുണ്ട്. സൈനതി മഹദൂമ് തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബം ചേരുന്ന ആളാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബക്കാരനാരെ? ആ മഹാനവറുകൾ എഴുതി വെച്ച കൊടുത്തിൽ അങ്ങനെ ഇല്ലേ? എന്ത് ഇതിലാ ദലീല തെരീഖു കുല്ലു മശായിഇൻ ഖദ് ഖുയ്യിദത്
ബി കിതാബി റബ്ബി വൽ ഹദീസി തഅസ്സുല. അങ്ങനെയല്ലേ എല്ലാ മശായിഹിൻ്റെയും തരീഖത്ത് ഖുർആനിനോടും ഹദീസിനെയും അടിസ്ഥാനമാക്കിയിരിക്കുകയാണ്. കാരണം ഇതിലാ ദലീല അല തരീഖി ഇലല്ലില, അള്ളാഹുലേക്കുള്ള വഴിയിലേക്ക് യാതൊരുവിധ എന്തില്ല തെളിവുകളും ഇല്ല. ഇല്ലാ മുത്താബഅത്തുർ റസൂലിൽ മുക്മില, സമ്പൂർണനായ നബിയെ പിന്തുടരലല്ലാതെ, ഫി ഹാലിഹി നബിയുടെ അവസ്ഥയിൽ, വഫആലിയ നബിയുടെ പ്രവർത്തനത്തിൽ, വമഖാലിയ നബിയുടെ വാക്കിൽ, ഫത്ബഅൻ വതാബിയൻ കണിശമായി ഒരിഞ്ച് വിടാതെ പിന്തുടരുക. ഇതാണ് തരീഖത്ത്. അല്ലാതെ തരീഖത്ത് എന്ന് പറഞ്ഞ പോലെ ദിക്റയിലും തിരിഞ്ഞില്ല, കുറേ ഔറാദിയല്ലോ അവിടെ വൈദിശിക വന്ന് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു നടക്കല്ല. ഇന്നലെ രാത്രി സ്വപ്നത്തിലൂടെ പലരും വന്നിട്ട് ഞാൻ പലരോടത്തും സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പിറ്റേന്ന് ഇവിടെ വന്നിട്ട് ആ കുട്ടികൾ പറയില്ല ഞാൻ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ്. അതാണ് എൻ്റെ പരിപാടി. തിരിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും? അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കല. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ജീവിതത്തിലുള്ള രഹസ്യങ്ങളല്ലേ. എന്നൊരാൾ അറിയരുതെന്ന ഔസുലാകാൻ കരുതിയത്, ഉപരാഗങ്ങൾ അറിയാണ്ടിരുന്നു വന്നിട്ട്. ഇതിപ്പോൾ എല്ലാവരും ഞങ്ങളെ അറിയിക്കല. കറാമത്ത് കണ്ട് അറിയാൻ ഞാൻ തിരിഞ്ഞില്ല. എന്തെല്ലാം കറാമത്ത്. ഓ പറയണ്ട. നീണ്ടകാലമായി ദീനിനു വേണ്ടി ഊണ് ഉറക്കമില്ലാതെ രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നവരാരും എന്തില്ല ഔലിയാക്കളല്ല ആണോ? അപ്പോൾ ഇതൊക്കെ ചിന്തിക്കണമെന്ന് പറയാണ്. ആരുടെയെങ്കിലും പിന്നാലെയൊന്നും പറഞ്ഞു കേട്ടുകൊണ്ട് നടക്കരുത്. കുറേ കുട്ടികൾക്കാണ് തോന്നിയിട്ടുണ്ടാവും അതെന്ത് ചെയ്യുക, തരീഖത്തില്ലാതെ പാടില്ല എന്ന്. തരീഖത്തിന് എന്ത് ചെയ്യുന്നുണ്ട് ഉള്ള വഴിയാണ് ഈ പറഞ്ഞത്. പിന്നെ ഇന്ന് കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇമാം സുയൂത്തി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഹിജറ 800 മുതൽ മുറബിയായ ഷെയ്ഖന്മാർ ലോകത്തെവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ലാഹിറല്ലാത്തത് കൊണ്ട് സലാത്ത് വർദ്ധിപ്പിക്കുക മാത്രമാണ് ഇനിയുള്ള മാർഗം. റസൂലുള്ളാഹിന്റെ പേര് സലാത്തില്ല, അവർ റസൂലുള്ളാഹിയായിക്കോളും. പിന്നെ മുറബിയായ ഷെയ്ഖായിപ്പോളും. ഈ കാലഘട്ടത്തിൽ ഒരുത്തിനെയും അന്വേഷിച്ചു പോകരുത്. പോയാൽ എവിടെയെങ്കിലും പോയി കൊടുക്കും. ശരിയില്ല. കാരണം എന്തുകൊണ്ട്? ഇതൊരു കച്ചവടമായി മാറിയിട്ടുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, മുമ്പേ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഔസുൽ ആദമിൻ്റെ കാലഘട്ടത്തിലും പല ഔലിയാക്കളും പല വാദങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പല തരീഖത്തുകാരും. പക്ഷെ അവരൊന്നും അതിനെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മളത് നോക്കുക. പിന്നെ അദബും മര്യാദയും പാലിച്ചുകൊണ്ടും അവരൊന്നും കറാമത്തുകൾ പറഞ്ഞുകൊണ്ടും അല്ല നടന്നത്. തെരില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. തെരില്ല. പിന്നെ ഔസുൽ ആദം തൻ്റെ ബഹുമാനം അത് ചില ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതവർ മനസ്സിലാക്കി പെരുമാറാൻ വേണ്ടി ആയിരിക്കാം. അതൊക്കെയാണ് ഇപ്പോൾ ഇവർ മൂപ്പരുടെ ബെയ്ത്തുകളിലൊക്കെ ഈ കാണുന്നത്. ഞാൻ എന്ത് ചെയ്തു, കുത്തുബായിരുന്നു, മറ്റതായിരുന്നു, ഹൗസായിരുന്നു, ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളോടല്ല പറഞ്ഞത്. പിന്നെ അത് നമ്മൾ പിൻഗാമികൾ എന്ത് ചെയ്തു, അതെല്ലാം മൂപ്പര കറാമത്തുകൾ എന്ത് ചെയ്തു, ശിഷ്യന്മാർ പറഞ്ഞത് എടുത്തുവിടെ ധരിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിയായ രൂപത്തിൽ തരീഖത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തരീഖത്തിലെത്തും. അതിന് നബീനെ മുറബിയായ ഷെയ്ഖായി കിട്ടുക. അതിനെന്ത് ആയിരക്കണക്കിന് സലാത്ത് ഒരു ദിവസം റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ചെല്ലുക. അത് ചെല്ലിയാൽ തന്നെ ഈ പിരാന്തൊക്കെ മാറും. കഴിഞ്ഞില്ല. അപ്പോൾ ഈ പിന്നെ ഈ തരീഖത്ത് എന്നുള്ള ഈ പിരാന്തൊക്കെ മാറി ഇബാദത്ത് എന്ന പിരാന്താവും. അപ്പം അതുകൊണ്ട് ശരിക്കത് ശ്രദ്ധിക്കണം. അങ്ങനെ അസ്ബഹ നശീതൻ. ഇനി ഞാൻ പറഞ്ഞത് പരിശോധിച്ചാൽ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ തലച്ചോറിൻ്റെ ഉന്മേഷം നൽകുന്ന ഞരമ്പുകൾക്ക് അതിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നുണ്ട് എന്ന് ശാസ്ത്രം ശരിക്ക് പരിശോധിച്ചാൽ കണ്ടെത്തും. പരിഹാരം എന്തെന്ന് പറയാൻ ശാസ്ത്രത്തിന് കഴിയുമോ എന്നെനിക്കറിയില്ല. ഇതിപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞാണ്, ഇത് കളവാവും. ശൈത്താൻ കെട്ടിടുന്നുണ്ട്. അപ്പോൾ ആ കെട്ടിടുന്നത് എന്തിനാ? ഉന്മേഷം നഷ്ടപ്പെടുത്താൻ ആണോ? മാനസിക ഉല്ലാസം നഷ്ടപ്പെടുത്താൻ. അതുകൊണ്ടാണ് ആ കെട്ടഴിഞ്ഞാൽ ഇവൻ എന്താവും? മാനസിക ഉല്ലാസമുള്ളവനായും ശാരീരികമായ ഉന്മേഷമുള്ളവനായും. അപ്പോൾ ശാരീരിക ഉന്മേഷവും മാനസിക ഉല്ലാസവും നഷ്ടപ്പെടുത്തുന്ന ഏതോ തടസ്സങ്ങൾ എവിടെ വരുന്നുണ്ട്? മനുഷ്യൻ ഉറങ്ങുമ്പോൾ വരുന്നുണ്ട്. അതിന് പരിഹാരം എന്ത് എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞുകൊള്ളണമെന്നില്ല. കണ്ടെത്തിയിട്ടില്ല, ഇനി കണ്ടെത്തിയായിരിക്കാം. സൈക്കോളജിക്കൽ പഠിപ്പിക്കുന്ന, സൈക്കോളജിയായി നടക്കുന്ന ഡോക്ടർമാരൊക്കെ അത് പഠിക്കേണ്ടതാണ്. കാരണം എന്താ? ശരിയായ ഒരു മരുന്നിന് വേണ്ടി ചെന്നാൽ അറിയുന്ന ഡോക്ടർ ആ മരുന്നിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം മൈൻഡ് ശരിയാവാനുള്ളൊരു ഗുണയുണ്ടാവും. കാരണം എന്താ? മാനസിക ഉല്ലാസം അതുണ്ടെങ്കിൽ രോഗം ഉണ്ടാവില്ല. അത് എല്ലാ വൈദ്യത്തിലും ഉണ്ട്. മനസ്സിനെ
ഉല്ലാസം നൽകുന്ന മാനസിക അന്തരീക്ഷം എന്ത് ചെയ്യുന്നുണ്ട്? ശരിയാക്കി നിർത്തുന്ന ഗുളിക ആർക്കുണ്ട്? അലോപ്പതിയിലും കൊടുക്കും, ആയുർവേദത്തിൽ കൊടുക്കും, യുനാനി കൊടുക്കും, ഹോമിയോയിൽ കൊടുക്കും, എല്ലാത്തിലും ഉണ്ട്. കാരണം എന്താ? രോഗത്തിനുള്ള ഏറ്റവും വലിയ ചികിത്സ എന്താ? മൈൻഡ് റെഡിയായി നിൽക്കുക എന്നുള്ള. മൈൻഡ് റെഡിയാണെങ്കിൽ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളെയും പ്രവർത്തന സജ്ജമാക്കാൻ ഈ ശരീരത്തിന് അള്ളാഹു അങ്ങനെ പഠിച്ചിരിക്കുന്നത്. അതിന് കഴിവുണ്ടെന്നല്ല, അതിന് കഴിവ് അള്ള കൊടുത്തിട്ടുണ്ട്. ആ നിലയിൽ അള്ള കൊടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ മാനസികം, നമ്മളെ മനസ്സിൻ്റെ ക്ലിയറൻസ് ശരിയല്ലാതെ വന്നാൽ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അവതാളത്തിലാവും. അവതാളത്തിലായി കഴിയുമ്പോൾ രക്തം പോകേണ്ടടത്തിന് പോവില്ല, മൂത്രം കൂടുതലായി ഒഴിക്കും, ശരീരത്തിൽ ജലനഷ്ടം ഉണ്ടാവും. ഉണ്ടായിട്ടില്ലേ? ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടായ പിന്നെ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ? എത്ര പ്രാവശ്യം മൂത്രം ഒഴിക്കും? അപ്പം മനസ്സിലായല്ലോ എന്ത്? ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം എന്തല്ല, ഇപ്പം ശരിയല്ല, ഇപ്പോൾ ശരിയായ പ്രവർത്തനം അല്ല നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്നേരമുള്ള ഒരു പ്രത്യേകമായ പെട്ടെന്നുള്ളൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ കൂടെ എങ്ങനെ പ്രവർത്തിച്ച് മറ്റേ ഇയാളൊക്കെ കേടാവും. ആര്? കിഡ്നിയൊക്കെ കേടാവും. പിന്നെ കിഡ്നി ഉണ്ടാവില്ല, പിന്നെ കിഡ്നി ഇല്ലാത്ത പണിയായിരിക്കും. പിന്നെ മനസ്സിലാവും, അതൊക്കെയാണ് കേടാവും. ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ലേ, ഷുഗറുണ്ടാവുന്ന എവിടുന്ന? ടെൻഷനിൽ നിന്ന്. പ്രഷർ ഉണ്ടാവുന്ന എവിടുന്ന? ടെൻഷനിൽ നിന്ന്. ഏത് രോഗം ഉണ്ടാവുന്ന എവിടുന്നാന്ന് അന്വേഷിച്ചാൽ ഉടൻ ടെൻഷനാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. അതുകൊണ്ട് മാനസിക ഉല്ലാസമാണ് ഇസ്ലാം കാണുന്നത്. മനുഷ്യൻ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന വഴി തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന. ഇതേതെങ്കിലും ഒരു മുസ്ലിയാർക്കും മുത്താലിമിനും ഒന്നും ഉള്ളതല്ല. ഇതൊക്കെ എല്ലാ മുസ്ലിമിനും എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്. അറബിയിൽ പറയാൻ അറിയാത്തവൻ മലയാളത്തിൽ പറയാം. എന്ത് പറയാ? അല്ല, അറബി പഠിക്കണ്ടെന്നല്ല, അറബി പഠിക്കണം. പക്ഷേ അറബി പദത്തിനുള്ള എല്ലാ പുണ്യവും അതിനില്ല. മലയാളത്തിൽ പഠിക്കാവാൻ പറ്റൂലേ? എന്നപോലെ മലയാളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? എന്തു പറയാ? എന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച അള്ളാഹുവിനേക്കാണ് സർവസ്തുതിയും. എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവനിലേക്ക് തന്നെയാണ് എന്നെ ലാസ്റ്റ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെന്ന് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷ് അറിയുന്നവൻ ഇംഗ്ലീഷിൽ പറയാം, ഉറുദുവിൽ അറിയുന്നവൻ ഉറുദു പറയാം. പക്ഷെ അറബിയിൽ പഠിക്കണം. ഈ പറച്ചിലെ ഇതിന് പരിഹാരവുമാണ്. അപ്പോൾ കെട്ടിടും എന്ന് മാത്രം പറഞ്ഞ് കെട്ടിടുമെന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ആ കെട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. അപ്പോൾ സൈക്കോളജിക്കായി നടക്കുന്ന ഡോക്ടർമാർ അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതാണ്. തിരിഞ്ഞില്ല, മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ മാനസിക ഉല്ലാസത്തെയും ശാരീരിക ഉന്മേഷത്തെയും തടസ്സപ്പെടുത്തുന്ന എന്തോ ഒന്ന് അവൻ്റെ ഉറക്കത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അന്വേഷിക്കേണ്ടതാണ്. ആ ഡോക്ടർമാർ പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ച് കണ്ടെത്തിയാൽ അതിന് പരിഹാരം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു തരും എന്ന്. അല്ലാതെ ഇതൊന്നുമില്ലാത്ത എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പൊട്ടത്തരം പഠിപ്പിക്കുന്ന സ്ഥലമൊന്നുമല്ലത്. തിരിഞ്ഞില്ല. അപ്പോൾ എന്നാളിപ്പോൾ ഒരു കുട്ടി അഞ്ഞിട്ട് വിടാൻ പറഞ്ഞ് എന്ത് ചെയ്തപ്പോൾ ആ കുട്ടനെ അന്വേഷിച്ചിട്ട് ഇപ്പോൾ എന്താ പറയണേ? അതിൻ്റെ വാപ്പാക്കെല്ലാം നിനക്ക് തൃപ്തി, ഉമ്മാക്ക് എന്താ പ്രശ്നം? കുട്ടി 7 വർഷം കൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് പഠിച്ചിറങ്ങി തന്നെ. എവിടെയെങ്കിലും സ്കൂളിൽ നിന്ന് പോയി പഠിച്ചാൽ പറ്റില്ല. ഇവിടെ വെച്ച് ട്യൂഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് പോയി പരീക്ഷ എഴുതി, അതും പറ്റില്ല. 7 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം കൂടി ഒന്നിച്ച് തള്ളുന്ന റിസൾട്ട്. ശരിയില്ല എന്ത്? അതിൻ്റെ പുണ്യം എന്താണെന്ന് ഇപ്പോൾ അവർക്കറിയാവൂ? അവർക്കറിയാൻ പാടില്ല. അവർ ഈ പുറമെ കാണുന്ന മാത്രമേ അറിയാവുള്ളൂ. ശരിയില്ല. 1 വർഷം പഠിക്കുന്ന അറിവ് പോലും ഇവരുണ്ടാവില്ല. കെട്ടും പാട്ടൊക്കെ ഉണ്ടാവും. ശരിയില്ല. 60 ദിവസം കൊണ്ട് കോഴി പൂർണ്ണ വളർച്ചയെത്തും. 61ാമത് ദിവസം ഉണ്ടായ ചത്തും പോവും. അതാണ് അതിൻ്റെ പരിപാടി. ബോയിലർ കോഴിയില്ലേ? നാടൻ കോഴി എന്ത് ചെയ്യണം? വളർന്നു അല്ലെങ്കിൽ കുറച്ച് പാടാം, കുറേ സമയം വേണം. അത് വളർന്നു വന്നാൽ അങ്ങനെ ജീവിച്ചോളും. തിരിഞ്ഞില്ല. അതിൻ്റെ ആരോഗ്യം മറ്റൊന്നാണ്, ഇതിൻ്റെ ആരോഗ്യം വേറൊന്നുമാണ്. അപ്പോൾ എല്ലാം കിട്ടും ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ മുസ്ലിയാരും കിട്ടും ഡ്യൂപ്ലിക്കേറ്റ്. കടയിൽ കിട്ടും. കമ്മീസൊക്കെ ഇവിടെ കടയിൽ പോയി കിട്ടൂലേ? തിരിഞ്ഞില്ല. ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിയാരും കിട്ടും. ഡോക്ടറേറ്റിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റും കിട്ടും ഇപ്പോൾ നിലവിൽ. കാരണം എന്താ? ഈ പറഞ്ഞ മാതിരി 7 വർഷം കൊണ്ടോ 8 വർഷം കൊണ്ടോ എല്ലാം കൂടി ഒന്നിച്ച് തള്ളിക്കയറ്റി ഇങ്ങോട്ട് വിടുക തന്നെ. തിരിഞ്ഞില്ല. സിലബസ് അനുസരിച്ച് അങ്ങ് പഠിപ്പിക്കുക തന്നെ. ഈ സിലബസിൽ പഠിച്ചില്ലേ എന്ന് പറയേണ്ട. പരീക്ഷയ്ക്ക് മാർക്കണ്ടി അവൻ ജയിച്ചതായി പാസ്സാക്കിയാണ് മറ്റെന്ത് ചെയ്യുന്നുണ്ട്? മറ്റേ ദാനം കൊടുക്കും. ഇത് സന്നദ്ധ ദാനം. ഇത് പേര് പലതും ഉണ്ടാവും, പക്ഷെ ഇൽമുണ്ടാവില്ല.
അതുകൊണ്ട് ആ മാതാപിതാക്കളും ആലോചിക്കണം, ഈ മക്കളെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുട്ടിക്കിപ്പോൾ ഇതറിയില്ല. കുട്ടിയെ പഠിക്കാൻ വേണ്ടി വിടുമ്പോൾ തലമിലില്ലേ, ശരിക്കും ആലോചിച്ച് പറ്റിയ സ്ഥലത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാൻ പെടണം. തിരില്ല, അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, അവരെ ഭാവി പോയി പോകും. അപ്പം എന്ത് ചെയ്യും, ഇതിനകത്ത് ഇവർ വിചാരിക്കുന്ന പോലെ എന്ത് ചെയ്യും, ഇതിനകത്തെങ്ങൊന്നും ഇല്ലെന്നാ, ഇതിനകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടറെ ഒന്ന് കാണണമെങ്കിൽ കൗൺസിലിംഗ് നടക്കണേ എത്ര വേണം, തങ്ങളെ 500, 300 ഒക്കെ കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിന് വല്ല കാശുണ്ട് ഇല്ല. ഇപ്പോൾ കൗൺസിലിംഗ് അപ്പോൾ മാനസിക ഉല്ലാസം ഉണ്ടാവാൻ, ശാരീരിക ഉന്മേഷത്തിന് തടസ്സമാകുന്ന എന്തോ മനുഷ്യൻ്റെ ഉറക്കത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സൈക്കാട്രിസ്റ്റുകൾ ഈ വിഷയം എന്താണെന്ന് പഠിക്കേണ്ടതാണ്. പരിഹാരം നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇസ്ലാമിൽ പരിഹാരം അതിനുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. തരില്ല. അതുകൊണ്ട് കെട്ടിടും, അവൻ കെട്ടിട്ടിട്ട അടിയാണ്. അലൈക്കലയിലും തബീൽ, നിന്റെ മേൽ നീണ്ട രാത്രിയുണ്ട്. അങ്ങനെ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞാൽ ഇൻഹല്ലത്തു ഉഖദത്തുൻ, ഒരു കെട്ട് പൊളിഞ്ഞു പോകും, അഴിഞ്ഞു പോകും. ഫഇൻ തവല്ല, അവൻ ഉളുവെടുത്താൽ ഇൻഹല്ലത്തു ഉഖദത്തുൻ, മറ്റേ കെട്ട് അഴിഞ്ഞു പോകും. അങ്ങനെ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫഇൻ സല്ലാ, നിസ്കരിച്ചാൽ ഇൻഹല്ലത്തു ഉഖദത്തുൻ, അടുത്ത കെട്ടും പോകും. തരില്ല. ധ്യാനം വേണമെന്നാണ്. ധ്യാനവും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിഞ്ഞ മനസ്സ് ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി ബാക്കി എല്ലാ ചിന്തയിൽ നിന്നും മനസ്സൊഴിവാക്കി ഇങ്ങനെ ഇരിക്കുന്നതിനാണെന്ന് പറഞ്ഞത് ധ്യാനം. ആ ധ്യാനത്തിൻ്റെ പരിപാടിയാണ് പിന്നെ വേണ്ടത്. അത് ചെയ്യുന്നതോടുകൂടി അടുത്ത കെട്ടും അഴിയും. ഈ 3 പ്രവർത്തനങ്ങളിലൂടെ കയ്യും കാലും, കയ്യും മുഖവും, വായും മൂക്കും, കാലും കയ്യും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കഴുകുക, തല തടകുക, ചെവി തടകുക എന്നുൾപ്പെടെയുള്ള അംഗശുദ്ധീകരണത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറയുന്നതിലൂടെയും ഒരു മനുഷ്യൻ ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യവാനാകുന്നു. ഇസ്ലാമിൻ്റെ വശമാണ്. ഇതിങ്ങനെ പറഞ്ഞു തന്നതിന് കാരണം നമുക്കൊക്കെ തോന്നുന്നു ഇതൊക്കെ ഒരു പഴഞ്ചനാണെന്ന്. അല്ല, ആധുനികമാണ് ഈ ശാസ്ത്രം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ ബുഹാരിയിൽ ഇത് പറയേണ്ട കാര്യം എന്താണെന്ന് ആർക്കും തോന്നണ്ട. ഇതിന് സഹിഹ ഹദീസാണപ്പോൾ. അപ്പോൾ 3 പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഫാസ്ബഹന ശീതൻ, അവൻ ശാരീരികമായി ഉന്മേഷമുള്ളവനാകും. തീബുൻ നഫ്സി, മാനസിക ഉല്ലാസമുള്ളവനുമാകും. ഉല്ലാസവും ഉന്മേഷവും ബൈനഹുമാ ഫർഖുൻ, തെളിഞ്ഞോ? അതുകൊണ്ട് പല്ലഫ്തിഷ്, ഇല്ലെങ്കിൽ സബക്ക് തീരില്ല. വൈല്ലാസ്ബഹ, അങ്ങനെയല്ലെങ്കിൽ അവൻ ആയിത്തീരും ഹബീസൻ നഫ്സി, മാനസികമായി എന്ത് ചെയ്യുന്നുണ്ട്, മാനസികമായി ഇതെന്താ പറയുന്നത്, തളർന്നവനായിത്തീരും. എന്തായിത്തീരും? ഹബീസൻ നഫ്സ് എന്ന് പറഞ്ഞാൽ മാനസികമായി തളർന്നവനായിത്തീരും. മാത്രവുമല്ല കസ്രാനൻ, ശാരീരിക ഉന്മേഷം നഷ്ടപ്പെട്ടവനുമായിത്തീരും. അലസനായിത്തീരുന്നതിൻ്റെ മറ്റൊരു മായനയാണ് ശാരീരിക ഉന്മേഷം നഷ്ടപ്പെട്ടവനും. മറ്റത് ഹബീസൻ നഫ്സിൻ്റെ അർത്ഥമാണ് മാനസിക ഉല്ലാസം. ആധുനിക അർത്ഥമാണ് അതിനെ. അങ്ങനെയല്ലേ ഷേഖ് അബൂബക്കർ അഹമ്മദ് നമ്മൾ പഠിച്ചതെന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറഞ്ഞാൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ അഹമ്മദ് നവറല്ലാഹു മർകദ വനഫഅനാ ബിബറകാതിഹി വഉലൂമിഹി ഫിദ്ദാറൈൻ അല്ലാഹുമ്മ വസ്സി ഖബറഹു ബിവുസ്അതിഹി വബിവുസ്അതി ഇൽമിഹി വബിവുസ്അതിൽ ഖുർആൻ. തിരിഞ്ഞില്ല. മഹാനവറുകൾ എപ്പോഴും നോക്കിയാൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൺ പെൺ പിശാചുക്കളുടെ ഷെറിൽ നിന്നും കാവൽ ചോദിക്കുന്നതല്ലേ അല്ലേ? അതിന് മുമ്പിൽ എന്ത് ആധുനികമായി തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ആൺ പെൺ അണുക്കളുടെ ഷെറിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന്.
അതിനർത്ഥം വെക്കണം. ശരിയല്ലേ? അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അണുക്കളുടെ കേന്ദ്രമാണ് ബാത്റൂം എന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അപ്പോൾ അതിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, കാക്കാൻ കഴിയുന്ന ആൾ ആര് മാത്രമേ ഉള്ളൂ? മരുന്നിന് കഴിയോ? കഴിയുമെങ്കിൽ പിന്നെ തങ്ങൾ അടിച്ചിട്ട് എന്ന് കയറിയ പോലെ. അത് നമ്മളിവിടെ മറ്റേ കൊറോണ കാലത്തായിട്ട് അടിക്കുന്ന സാധനമില്ലായിരുന്നു, ശരിയല്ല? അത് ലോഷൻ അടിച്ചിട്ടാണ് കയറിയ പോലെ. അത് നടക്കില്ല. അതിൽ നിന്ന്, ആ അണുക്കളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഒരു അദൃശ്യ ശക്തിക്കാണ്. ആ ശക്തിയുടെ പേരാണ് അള്ളാഹു. അതിൻ്റെ പേര് അള്ളാഹു മുസ്ലിമീങ്ങൾ പറയുമ്പോൾ, മറ്റുള്ളവർ പറയുമ്പോൾ എന്ത് ചെയ്യുക, സർവേശ്വരൻ, ദൈവം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. தெரிஞ்சிല്ല. അപ്പം എന്തായി, ഈ നിലയിലാണ് അതിൻ്റെ പരിപാടി. അല്ലാതെ അവിടെ നിന്ന് അണുക്കളെ നമ്മൾ സംരക്ഷിക്കാൻ കഴിയില്ല. അവിടെ ചെല്ലുമ്പോൾ കയറുന്ന അണുക്കൾ വേറെ പല രോഗങ്ങൾക്കും വലിയ കാരണമായി മാറും. ഇനി അതിനകത്തൊക്കെ ഒത്തിരി പറയാനുണ്ട്. വലമക്കുൽ ഇപ്പോഴോ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭക്ക് മുന്നോട്ട് നീങ്ങില്ല. ഒരു ദിവസം ഒരു സഭക്കേ നടക്കുള്ളൂ. ഇപ്പോൾ தெரிஞ்சிല്ല. ഇനി ബാക്കിയൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. حدثنا محمد بن هشام قال حدثنا إسماعيل بن ولية قال حدثنا غوف قال حدثنا أبو رجاء قال حدثنا سمرة بن جندب رضي الله عنهم عن النبي صلى الله عليه وسلم في الرؤيا قال أما الذي يسلغ رأسه بالحجر فإنه يأخذ القرآن فيرفضه وينام عن الصلاة المكتوبة. ഇതൊരു നീണ്ട ഹദീസിൻ്റെ ഒരു വാക്യാണ് അല്ലേ? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുമ്പോൾ രണ്ടാളുകൾ വന്നു. എണീക്കുന്നു പറഞ്ഞു, പോവാന്ന് പറഞ്ഞു. പോയി. മലക്കുകളാണ്. അത് ചെന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളവിടെ കിടത്തിയിട്ട് കല്ലുകൊണ്ട് ഒരു കല്ലിലേക്ക് തല വച്ചിരിക്കുക, മറ്റൊരു കല്ലുകൊണ്ട് തല എറിഞ്ഞ് പൊളിക്കുക. ആ കല്ല് തെറച്ചു പോയിട്ട് അത് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് തല വീണ്ടും പഴയ മാതിരിയാവാം. അങ്ങനെ കണ്ട് ഇതെന്താ ഇതെന്ന് ചോദിച്ചു. നടക്ക്, മറുപടിയില്ല. അങ്ങനെ ഞാൻ പോയില്ലേ. പിന്നെ ആ പോക്കിൽ പലതും കണ്ടേ. ലാസ്റ്റ് ഒരു മരത്തിൻ്റെ മുകളിൽ ചെന്ന് അതിൻ്റെ മുകളിൽ കൂടെ കയറിയില്ലേ, അവിടെ ചെന്ന് നടക്ക്. പലതും കാണുമ്പോഴൊക്കെ ഇതെന്താന്ന് ചോദിച്ചാൽ നടക്ക് എന്നാ മറുപടി. എന്നില്ല എന്തില്ല, മറുപടിയില്ല. ലാസ്റ്റ് പറഞ്ഞു കൊടുത്ത എന്താ, അന്ന് ആ സ്വപ്നത്തിൽ ഈ കൊണ്ടുപോയ രണ്ടുപേര്, ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, നീണ്ടൊരു ഹദീസാണത്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തു, അമ്മല്ലദീ ഒരുത്തൻ യുസ്ലഖു റഅസഹു ബിൽ ഹജരി, അവൻ്റെ തല കല്ലുകൊണ്ട് എറിഞ്ഞു പൊളിക്കുന്നു. വഇന്നഹു യഅഖുദുൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിക്കും. ഫയർഖുദുഹു, എന്നിട്ട് അതവിടെ മാറ്റിവെക്കും. വയനാമു അനി സ്വലാത്തിൽ മക്തൂബ, ഫർദ് നിസ്കാരത്തെ തൊട്ട് ഉറങ്ങും. ഇതാണ് ഒരു പരിപാടി. നിസ്കാരമില്ല, പഠിച്ചനുസരിച്ച് ജീവിതമില്ല. നമുക്കൊക്കെ ഉള്ള ഹദീസാണ്. പഠിച്ച് കിതാബൊക്കെ കൊണ്ട് അവിടെ എന്ത് ചെയ്യുക, തട്ടിലൂടെ വെച്ചിരിക്കും. കാരണം അവിടെ വെച്ച് 3-4 ഒരു മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് കൊണ്ടുവെക്കാം. പിന്നെ ബാക്കിയൊക്കെ എടുത്തുകൊണ്ട് അലമാരിലും കൊണ്ടുവെക്കാം. ബാക്കിക്കൊണ്ട് റിയാസിൻ്റെ അവിടെ ചീഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവെക്കാം. അവിടത്തേക്ക് കിടന്നാൽ ഇല്ലാത്ത രോഗം പിടിപെടും. ആ നിലയിലാണ് ആ മൂല. തിരിഞ്ഞ അപ്പോൾ എന്തായി, അങ്ങനത്തെ ഈ കിതാബ് അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരു കിടന്ന് ഉറങ്ങാം. ഖുർആൻ പഠിച്ചതിനനുസരിച്ചുള്ള പ്രവർത്തനമില്ല, പഠിച്ചതിനനുസരിച്ചുള്ള അമലില്ല. ഇവനാണ് ഇതേ തല എറിഞ്ഞു പൊളിക്കും. ആ കല്ല് തെറിച്ചു പോയിട്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും അത് പഴയ പോലെയാകും, വീണ്ടും എറിയും പൊട്ടിക്കും എന്നുള്ളത്. പിന്നെ അവിടെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിവിടെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പം അതിനകത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. അത് ഹദീസിൻ്റെ ഒരു അല്പം മാത്രമാണ്. ഉന്ദുർ ഹദീസ 845 മറ്റേ ഹദീസ് നോക്കിയാൽ അത് വ്യക്തമായി തിരിയുന്നതാണ്. മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഹദീസ്, தெரிஞ்சா. അതുകൊണ്ടാണ് ആ ഹദീസ് നോക്കിയാൽ ബുഹാരിയിലെ 845 ഹദീസ് നോക്കിയാൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ വ്യക്തമാകുന്നതിന് ബാക്കി ഭാഗം അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. പോട്ടെ. ബാബൻ ഇദാ നാമ വലം യുസല്ലി ബാല ശൈത്താനു ഫീ ഉദ്നിഹി. അല്ലോ, നിസ്കരിക്കാണ്ട് ഉറങ്ങിയാൽ ശൈത്താൻ ചെവിയിൽ മൂത്രമൊഴിക്കുക. தெரிஞ்சிല്ല. ബാല ഷെയ്ത്താൻ മൂത്രം വെച്ചിരിക്കുന്നു. അവനക്കുള്ള ബാത്റൂം പത നമ്മുടെ ചെവിയാണ്. தெரிஞ்சிല്ല. അവിടെ നാം മൂത്രയ്ക്കുക. നമ്മൾ സമ്മതിക്കൂ? അല്ല, ഈമാനുള്ളവന് സമ്മതിക്കാൻ പറ്റൂ. ഔസുല്ലാദം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ ജീവിതത്തിൽ ശൈത്താനുമായി നടന്ന യുദ്ധത്തിൽ, தெரிஞ்சிല്ല, ചെറിയ യുദ്ധമൊന്നുമല്ല, വലിയ യുദ്ധമാണ് നടന്നത്. ആ യുദ്ധത്തിന് ചരിത്രം എഴുതിയാൽ തീരില്ലാത്തത്രയും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്.
നീണ്ട 20ഓളം വർഷം. ലാസ്റ്റ് ഇവിടെ പണിയൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ശൈത്താൻ അടങ്ങിയത്. ശൈത്താനായിട്ടാണ് യുദ്ധം. അല്ലാതെ ചെയ്യുന്നുണ്ട്. അള്ളാഹു ദമ്മിർ അഴുതാന എന്ന് പറഞ്ഞ ഉടനെ നമ്മളെ ചിത്ത പോണങ്ങളാ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുള്ള ഒരുത്തൻ എന്നായിരിക്കും. അള്ളാഹു ദമ്മിർ അഴുതാന, പഠിച്ചവനെ നമ്മളെ അഴുതായിനെ, ശത്രുവിനെ നീ എന്ത് ചെയ്യണം? അമർച്ച ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുള്ളവൻ, അല്ലെങ്കിൽ നമ്മൾ കുറ്റം വല്ലതും പറഞ്ഞിട്ടുള്ളവൻ, ഇതാണ് നമ്മുടെ മനസ്സിൽ കൂടി തന്നെ. ഈ അഴുത ആരാണോ? ശൈത്താനാണ്. മുഅ്മിനീങ്ങൾ നമ്മൾ ഇഖ്വാനല്ലേ? തെറ്റ് ചെയ്തു എന്നുള്ളവർ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അവരാരാ? നമ്മുടെ സഹോദരന്മാരാ. ആണോ? നമ്മുടെ ഇഖ്വാനാണ് അവർ. പിന്നെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരെ ശത്രുപക്ഷത്ത് നിർത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മുടെ ശത്രുപക്ഷത്താരാ? ശൈത്താനാണ്. ഇതില്ല. മറ്റവർക്ക് എന്ത് ചെയ്യുക? നമ്മുടെ സഹോദരന്മാർക്ക് തെറ്റുപറ്റി, അവർക്ക് ഹിദായത്തിന് വേണ്ടി ദ്വാരക്കാം. അതല്ലേ? ഇതല്ലേ റസൂൽ ചെയ്തത്? മറുവശത്ത് മുഅ്മിനീങ്ങളല്ലായിരുന്നിട്ട് പോലും റസൂൽ തന്നെ കല്ലെറിയുകയും ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും മുന്നിലോട്ട് നോക്കിയ ഒരു പുക മാത്രമാണ് എനിക്ക് തോന്നിയത്. അല്ലേ? ഇത്രയും വിഷമിച്ച ഒരു ഘട്ടം എനിക്കുണ്ടായിട്ടില്ല. തായിഫിൽ നിന്ന് കല്ലേറേറ്റപ്പോൾ ഉണ്ടായ വിഷമം പോലത്തെ. ഹദീസിൽ അങ്ങനെയല്ലേ ഉള്ളത്. ആ ഘട്ടത്തിൽ പോലും തായിഫ് നശിപ്പിക്കാൻ പോയപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? റബ്ബി അഗ്ഫിർ ലി ഖൗമി, എൻ്റെ ജനങ്ങൾക്ക് നീ മാപ്പ് കൊടുക്കണം. അല്ലാഹുമ്മ ദമ്മിർ അഅദാന എന്ന് റസൂൽ പറഞ്ഞു. തമാശ പറയല്ല. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി അവർക്കെതിരെ ദ്വാരക്കാന്ന് പറഞ്ഞാൽ ചെറിയ കേസായത്. വിവരക്കേടിൻ്റെ ഏറ്റവും വലിയൊരു മാർഗമല്ലേത്? അവൻ്റെ വിവരക്കേടിൽ അവനെ രക്ഷപ്പെടുത്തണം. അല്ലാഹുമ്മ അഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അവർ ഈ പ്രവർത്തിക്കുന്നതിൻ്റെ അപകടം എന്താണെന്ന് അവർക്ക് അറിയില്ല. റബ്ബേ, പുറത്ത് മാപ്പ് കൊടുക്കണം അവർക്ക്. അവർ നീ ഒന്നും ചെയ്യരുത്. നശിപ്പിക്കാൻ വേണ്ടി ജിബിരിയിലും വന്നില്ലേ ഇവിടെ? ഒന്നോ ചോദിച്ച് അനുമതി കൊടുത്തുവോ നബി? കൊടുത്തില്ലല്ലോ. പക്ഷേ വിഷമിപ്പിക്കാൻ നടക്കരുത്. അങ്ങനെയാണെന്ന് വെച്ചിട്ട് അവർ മാനസികമായി പ്രയാസപ്പെടുത്തരുത് എന്ന് തായിഫ് ഇന്നും പാഠം നൽകുന്നുണ്ട്. കാരണം സൗദി അറേബ്യയിലെ മെൻ്റൽ ഹോസ്പിറ്റൽ ഇന്നും നിലകൊള്ളുന്ന എവിടെയാണ്? തായിഫിലാണ്. തായിഫിൽ ജനിക്കുന്ന എല്ലാ ആളുകൾക്കും മാനസികമായ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും. റസൂലുള്ള ദ്വാരുന്നിട്ടല്ലാതെ പിന്നെന്താ? മനസ്സ് വേദനിച്ചപ്പോൾ അള്ളാഹു അതിന് കൊടുത്തതാണ്. നബി ദ്വാരക്കാത്തതുകൊണ്ട് നശിച്ചൊന്നും പോയില്ല. പക്ഷേ ഇന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന പോലെ നല്ല നല്ല പണ്ഡിതന്മാരെയൊക്കെ, നല്ല നല്ല മുഅ്മിനീങ്ങളെ, പണ്ഡിതനായിക്കൊള്ളൊന്നുമില്ല, സത്യവിശ്വാസികളെയൊക്കെ മാനസികമായി പ്രയാസപ്പെടുത്തിയാൽ ചിലപ്പോൾ അതിൻ്റെ ഇതൊക്കെ നമുക്ക് കിട്ടും. അതിനിപ്പോൾ അവർ ദ്വാരന്നിട്ടൊന്നും ആവില്ല, അവർ ദ്വാരക്കില്ല. അങ്ങനെ അതൊരു മുഅ്മിന് സാധിക്കുകയുമില്ല. ശത്രുപക്ഷത്ത് ഒരിക്കലും ഒരു മുഅ്മിനെ നിർത്താൻ പറ്റും? ശൈത്താനും കുഫാറുകളുമാണ് ശത്രുപക്ഷത്തുള്ളത്. അവരെ അമർച്ച ചെയ്യണമെന്നാണ് ദ്വാരക്കണേ. നമ്മുടെ സഹോദരന്മാർക്ക് ഹിദായത്ത് കൊടുക്കണമെന്നും അവർക്ക് പുറത്തു കൊടുക്കണം, അവർക്ക് ഹിദായത്ത് കൊടുക്കണം. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവരാ ചെയ്യുന്നത്. നമ്മളെ കാണുമ്പോൾ, കാരണം എന്താ? ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം ഉണ്ടായിരിക്കാൻ പറ്റുമോ? 3 ദിവസം വരെ ഉണ്ടാതിരുന്നാൽ പ്രശ്നമല്ലേ? ആണോ? ഈമാനിനെ ബാധിക്കുന്നുണ്ടോ അത്? ഇല്ലേ? തിരിഞ്ഞില്ല. ഒരു മുസ്ലിമിനെ കണ്ടാൽ എന്തിയാൽ മുസ്ലിമോൻ സലിമൻ മുസ്ലിമോൻ മിൻ ലിസാനിഹി വയദിഹി, കൈ കൊണ്ടും കാലുകൊണ്ടും നാവ് കൊണ്ടും അവനെ ഉപദ്രവിക്കാൻ നമുക്ക് പാടില്ല. ഇതല്ലേ? ഇത് ആരെങ്കിലും പ്രവർത്തിക്കുന്നില്ല. അവനെന്ത് ചെയ്യുന്നുണ്ട്? മുസ്ലിമിനെ ഉപദ്രവിക്കുന്നു. അയാളുടെ കുറ്റവും കുറവും പറഞ്ഞ് എന്തിയാ റോട്ടിൽ കൂടെ നടക്കുന്നു, അയാൾക്കെതിരെ ഫസാദ് ഉണ്ടാക്കുന്നു, അയാളെങ്ങനെയും വന്നോടത്തിന്ന് ഓടിച്ചുവിടാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നടത്തിക്കോട്ടെ. പക്ഷേ ആ നടത്തുന്നവന് വിവരമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവന് കൊണ്ട് ദ്വാരക്ക പഠിച്ചവനെ അവർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നാവുന്നതിൻ്റെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ? നമുക്ക് അവനെ ശത്രുപക്ഷത്ത് നിർത്താൻ പറ്റില്ല. അവനെ കാണുമ്പോൾ ഉണ്ടാതിരിക്കാൻ പറ്റില്ല. അതിനെ സോപ്പിംഗ് എന്നോ വേറെ വല്ല ഇനി എന്ത് ചെയ്യുന്നുണ്ട്, വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതോ തിരിഞ്ഞില്ല. ഇനി സാബൂനിങ് എന്നോ എന്ത് ഇങ്ങെന്ന് പറഞ്ഞാലും ശരിയാണ്. മുസ്ലിമിന് പറ്റില്ല അത് ആരുടെയും ശത്രുപക്ഷത്ത് നിർത്താൻ. ഒരു മുസ്ലിമിനെ ശത്രുപക്ഷത്ത് നിർത്താൻ ഒരിക്കലും കഴിയില്ല. കഴിയുമോ? അല്ലെങ്കിൽ പിന്നെ അവൻ മുഖത്തതിയാവണം. അപ്പോൾ നമ്മൾ സുന്നിയായ നമ്മളെ ആൾക്കാരെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ നമ്മൾ ശത്രുപക്ഷത്ത് നിർത്താൻ പറ്റും. അവർ നമുക്കെതിരെ പറഞ്ഞിട്ടാൽ നമുക്കെന്താ? നമുക്ക് അതിൻ്റെ വലിയൊരു വിഷമല്ല. നമ്മളൊക്കെ അനുകൂലിച്ച് പറഞ്ഞു, അതിൻ്റെ വലിയ സന്തോഷവുമില്ല. അത് നല്ല ഹിദായത്ത് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടെന്നല്ലാതെ എന്തില്ല, അതിൻ്റെ പേര് നമുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അവാരിബുൽ മാരിഫിൽ പറഞ്ഞില്ലേ,
ഒരു പണ്ഡിതൻ വന്നാൽ തൻ്റെ തലയ്ക്ക് മേലെ കയറിയിരുന്നപ്പോൾ അല്ലെങ്കിൽ അവൻ ഇരുന്നതിനേക്കാൾ കുറച്ച് ഉയരത്തിലിരുന്നപ്പോൾ അവനോട് ദേഷ്യം വന്നു എന്ന് മാത്രമല്ല, അവനെ ആക്രമിക്കാൻ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യും? ഇവന്നാൽ അടിയും വെച്ചു കൊടുത്തേനെ എന്ന ഈ നിലയിലുള്ളത്. ഇതെന്താണ്? കിബറാണ് എന്ന് ആർക്ക് തിരിയുന്നില്ല? പണ്ഡിതന് തിരിയുന്നില്ല. ഇനി അങ്ങനെ കണ്ടിട്ട് അവൻ മറ്റവൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും പറയുകയോ ആക്രമിക്കുകയോ ചെയ്താൽ അതിൻ്റെ പേര് തക്കബ്ബുർ എന്നാണ്. കഴിഞ്ഞ ആഴ്ച പഠിച്ചിരുന്നതാണ്, അവന്മാർ പഠിച്ചില്ലേ? പക്ഷെ ഇതാർക്ക് തിരിയുന്നില്ല. ഇവൻ വിചാരിച്ചിരിക്കുന്ന കിബർ എന്ന് പറഞ്ഞ് ഇതൊന്നുമല്ല എന്നാ. ഒരു ചട്ടൊക്കെ ഇട്ട് ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മലന്നിങ്ങനെ നടക്കലാണ് കിബർ എന്നാ. ഒന്നല്ല. അങ്ങനെ നടക്കേണ്ട ശരീരത്തിൻ്റെ ആരോഗ്യവശമാണ്, അല്ലാതെ അത് കിബറല്ല. അതല്ലേ ആണ് ചങ്ങായി നടക്കേണ്ടത് എങ്ങനെയാ? വളഞ്ഞല്ല, പിന്നെന്താ നല്ലവണ്ണം നീണ്ടു തീർന്ന് നെഞ്ചൊക്കെ പിരിച്ചാൽ നടക്കേണ്ടത്. അപ്പം ഞാൻ വലിയ ആളാന്നുള്ള ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം കിട്ടാൻ എന്ത് ചെയ്യണം? അല്ലാതെ ഇങ്ങനെ വളഞ്ഞുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒരു വയന്ന് ഇങ്ങനെ നടന്നാണ്ടല്ല ഒരു ഫലമില്ല. കൈയൊക്കെ നല്ല വീശി തിരിഞ്ഞില്ല. സാധാരണ പട്ടാളക്കാർ സ്കൗട്ട് നടത്താണ്ടോ ലെഫ്റ്റ് റൈറ്റ് ആ നിലയിൽ കാലും കൈയൊക്കെ ഒന്നിച്ച് പൊന്തണം. അങ്ങനെ നടന്നാലേ ഫലമുള്ളൂ. അങ്ങനെ എത്ര പ്രാവശ്യം? ഒരു 20 മിനിറ്റെങ്കിലും നടക്കാം. തിരിഞ്ഞില്ല. അങ്ങനെ നടന്നാൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും. അല്ല ചുമ്മാ റോട്ടിൽ കൂടെ എങ്ങനെ നടന്നാൽ ഒരു ഫലമില്ല, കാലുവേദനയും മാറില്ല. റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ ഉണ്ടോ? അവിടെ നബിയുടെ ഹദീസുണ്ട്. എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിങ്ങനെ പൊക്കി ആണ് വെച്ചിരുന്നത്. അല്ലാതെ നമ്മൾ നടക്കണ ഇങ്ങനെ നിരക്കി നടക്കല്ലായിരുന്നു. അവൻ നിരക്കി നടന്ന കാലിന് വേദന കൂടുള്ളൂ, മുട്ടിൻ്റെ തേയ്മാനം വരും. അപ്പം അതുകൊണ്ട് സ്കൗട്ട് അതാണ് നടത്തേണ്ടത്. അത് 20 മിനിറ്റ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എല്ലാ തടിയും കുറയും. പിറ്റേന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വയറൊക്കെ പോകും. തിരിഞ്ഞില്ല. വയറ് പോകാനുള്ള വേറൊരു എക്സസൈസും ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറയ്ക്കും. പിന്നെ എന്ത് ചെയ്യുന്നില്ല? ആ തടി കൊണ്ട് ഏതോ വയറൊരു കുഴപ്പമില്ല. തിരിഞ്ഞില്ല. വയറ് പോകാനുള്ള എക്സസൈസും അത് കമിഴ്ന്ന് കിടക്കലൊന്നുമല്ല. അതാരോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു എക്സസൈസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അതിനകത്ത് വിട്ടാല് തന്നില്ല. അപ്പം അതിന് ശരീരത്തിൻ്റെ നല്ല ആരോഗ്യം ഉണ്ടാവാനായിട്ട് നടക്കുമ്പോൾ എന്ത് ചെയ്യണം? നീണ്ടു കിടന്നാണ് നടക്കേണ്ടത്. നബി എന്ത് ചെയ്തിരുന്നത്? എങ്ങനെയാണ് നടന്നിരുന്നത്? കാലിങ്ങനെ പൊന്തിച്ച് ചവിട്ടിയാണ് നടന്നിരുന്നത്. അല്ലാതെ എങ്ങനെയല്ല നിരക്കിയല്ല നടക്കണത്. ഇപ്പം നടക്കുന്നവരൊക്കെ നടക്കണം അങ്ങനെയാണ്. ആ നടത്തം അല്ല. അങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളത്. ഇന്നത്തെ ഈ നടക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും വന്ന് എവിടെ ഇരുന്നിട്ട് നമസ്കരിക്കേണ്ടത്? കസേരയിൽ. കാരണം മുട്ടുവളയില്ല. അതുകൊണ്ട് 55 വയസ്സ് കഴിഞ്ഞാൽ മുട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം? പൊക്കിയും വളർത്തിയും ഇങ്ങനെ ചെയ്യണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലേ ഈ മുട്ടിനകത്തുള്ള ഇത് കിട്ടുള്ളൂ. കാരണം പഴയ കൊഴുപ്പൊക്കെ കുറഞ്ഞ്. ഇപ്പോൾ കൊഴുപ്പൊന്നുമില്ല, ഇത് കുറവാണ്. അപ്പോൾ ഗ്രീസ് കുറഞ്ഞ്. അപ്പോൾ ഗ്രീസ് എന്ത് ചെയ്യണം? ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം? കാല് പൊന്തിക്കണം, താത്തണം. അല്ല പൊന്തിക്കുക താത്ത ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഈ കാലിന് ആയാസം വരും. അപ്പം നടക്കുമ്പോൾ അങ്ങനെയാണ് നടക്കേണ്ടതെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? അതോടൊപ്പം നടക്കുന്നവരെന്ത് ചെയ്യാൻ പാടില്ല? ഈ കാല് പൊന്തിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ കാല് വെക്കേണ്ട എവിടെയാണ്? താഴ്വശമാണ്, ഇവിടെയാണ് വെക്കേണ്ടത്. എന്നല്ലാതെ എന്ത് ചെയ്യുക? കാലിൻ്റെ ഉപ്പൂറ്റി നിലത്ത് കുത്തരുത്. ഉപ്പൂറ്റി എന്ത് ചെയ്യരുത്? തലവേദന മാറില്ല. തിന്നില്ല. ഉപ്പൂറ്റി നിലത്ത് കുത്താൻ പാടില്ല, തലച്ചോറിന് കേടാണ്. ഇത് കുത്താൻ പാടില്ല. അതുകൊണ്ട് ചവിട്ടുന്നവരെ എന്ത് ചെയ്യുന്നത്? ഈ കാലിൻ്റെ ഈ വശം കൊണ്ടാണ് ആ പൊക്കി ചവിട്ടേണ്ടതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒക്കെ പഠിക്കാനുണ്ട്. അല്ലാതെ കിതാബ് മാത്രമല്ല പഠിക്കാനുള്ളൂ, അതും പഠിക്കാനുണ്ട്. ജീവിക്കാനുള്ള എല്ലാം പഠിക്കണം. ജീവിക്കുന്നത്രയും കാലം ആരോഗ്യത്തോടെ ജീവിക്കണ്ടേ അതിന്. അപ്പോൾ ഇത് പറഞ്ഞത് അതാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ ശരിക്കുള്ള പട്ടാള സ്കൗട്ടാണ് നടത്തത്തിൽ വേണ്ടത് എന്ന് ശാസ്ത്രവും പറയുന്നുണ്ട്. കൈവീശി തിരിഞ്ഞില്ല, അങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്. തലയൊക്കെ ഉയർത്തിപ്പിടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ നടത്തമൊന്നും എന്തല്ല, കിബറല്ല. തിരിഞ്ഞില്ല. അപ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ചെവിയിൽ വന്ന് ആൾ മൂത്രമൊഴിക്കും. ഇതാ നാമ, ഒരാൾ ഉറങ്ങി, വലം യുസല്ലി, നിസ്കരിച്ചില്ല എങ്കിൽ ബാല ശൈത്താനു ഫീ ഉദ്നിഹി, അവൻ്റെ ചെവിയിൽ ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി കളവ് പറയോ? حدثنا مسدد قال حدثنا ابو الاحوص قال حدثنا منصور عن ابي وائل عن عبد الله رضي الله عنهم قال ذكر عند النبي صلى الله عليه وسلم رجل
فقيل ما زال نائما حتى أصبح ما قام إلى الصلاة فقال بال الشيطان في أذنه. നബിയുടെ അടുക്കൽ ഒരു റജുലിനെ കുറിച്ച് പറയപ്പെട്ടു. ഇവരുടെ പേരെന്താണെന്ന് അറിയില്ല. സഹാബിയാണ് എന്തായാലും. ആരാണ്? പേരറിയില്ല. അല്ലെങ്കിൽ അറിയുമെങ്കിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു മറിച്ച് പറഞ്ഞതും ആവാം. കാരണം ഇന്നയാളെന്ന് പറയുമ്പോൾ അയാളൊരു ഇതാക്കലല്ലേ. അങ്ങനെ പാടുണ്ട് ഇസ്ലാമിന്. പാടില്ലല്ലോ. ആരുടെയും വെറുതെ അഭിമാനം കവരാൻ പാടില്ല, അതല്ലേ? ഇന്ന അഹ്റാദക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ അഭിമാനങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഒരുത്തൻ്റെ അഭിമാനം പിച്ച് ചെയ്താൽ പാടില്ല. തിരിഞ്ഞോ? അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കണേ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അല്ലാത്ത ഒന്നും സഹോദരനെ കുറിച്ച് ഈബത്തും നമീമത്തും തോന്നിവാസവും പറഞ്ഞ് ഇങ്ങനെ നടക്കാണെന്ന് ഒരു മുസ്ലിമിന് കഴിയില്ല. എന്നിട്ട് കുറേ നിസ്കരിക്കുകയും കുറേ നോമ്പ് പിടിക്കുകയും കുറേ കത്തോതയും കുറേ ഉംറ ചെയ്യും. ഇതൊന്നും ചെയ്തിട്ട് ആവൂല. കാരണം അമലുകൊണ്ടല്ല മുസ്ലിം ആകല്. ശരിയാ? അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ നിലയിലൊക്കെ റസൂൽ പറഞ്ഞ പോലെയൊക്കെ ജീവിക്കണം. അപ്പം അങ്ങനെ ജീവിക്കലുകൊണ്ടാണ്, അതാണ് ഖുർആൻ ചോദിച്ചത്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ടോ? അന്തദ്ഖുലൂ ജന്നത്തക്കും ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ളവരൊക്കെ അനുഭവിച്ച ഇസ്ലാമിക് നിയമങ്ങൾ നിലനിർത്തിക്കൊണ്ടുവരാൻ അനുഭവിച്ച കഷ്ടപ്പാട് സഹിക്കുന്നതിന് മുമ്പ് നേരെ പോയി സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ കരുതണ്ട, നടക്കില്ല. അല്ല, മുമ്പുള്ളവരൊക്കെ എന്ത് ചെയ്യുക, കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കല്ല് വെച്ച് കെട്ടണമെന്നല്ല. എല്ലാവരും എന്ത് ചെയ്യണം? കൈ ഉയർത്തുമ്പോഴൊക്കെ ദുആ ഇരക്കുക. 3 മാസത്തിനിടയിൽ പലസ്തീനിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമെന്നാണ്, പട്ടിണി കൊണ്ടും മരുന്നില്ലാതെയും. ഗസയിൽ തിരിഞ്ഞില്ല. ഇപ്പോൾ പലരും പല ആരോഗ്യ വിദഗ്ധരും വന്ന് പറയുന്ന രൂപം അതാണ്. ഇഷ്ടംപോലെ പണവും ഇഷ്ടംപോലെ സമ്പത്തും മുസ്ലിം രാഷ്ട്രങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് അവരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോടിക്കണക്കിന് രൂപയുടെ എന്തും എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ചുറ്റും പുറം രാഷ്ട്രങ്ങൾ കിടപ്പുണ്ട്. ഈ സഹോദരന്മാർ, നമ്മളുടെ സഹോദരന്മാർ, നമ്മളുടെ അനുജന്മാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ എല്ലാവരും 3 മാസത്തിനിടയിൽ ആയിരക്കണക്കിനോടെ മരിച്ചു വീഴും. മരുന്നില്ലാത്തതിൻ്റെ പേരിൽ, ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ. കണ്ടില്ല എന്ന് ലോകം നടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈനറ്റി എല്ലാവരും മറുപടി പറയേണ്ടി വരും. അതിൻ്റെ ശിക്ഷ ഏതിലൂടെയാണ് വരിക എന്ന് ആർക്കും അറിയാൻ കഴിയില്ല. നമ്മുടെ സഹോദരന്മാരാണെന്ന് ബോധം വേണം. നമ്മൾ അനുജന്മാരാണ്, ജ്യേഷ്ഠന്മാരാണ്, പെങ്ങന്മാരാണ്, ഉമ്മമാരാണ് അവരെന്ന് ഓർമ്മയുണ്ടാവണം. ആ ഓർമ്മയോടെ പ്രവർത്തിക്കാൻ അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഫഖീല പറയപ്പെട്ടു, മാസാല, ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മാസാല നായിമൻ, അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുന്നവനായിക്കൊണ്ടേയിരുന്നു. അസ്ബഹ, പ്രഭാതത്തിലാവുന്നവരെ. പ്രഭാതം വരെ കിടന്നുറങ്ങി. അസ്ബഹ എന്ന് പറഞ്ഞ സൂര്യൻ ഉദിക്കുന്നവരെ എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഹലോ, സുബൈ വരെ ഉറങ്ങി. അപ്പോൾ മാ കാമയിലെ സ്ഥലത്തി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അസ്ബഹയുടെ അർത്ഥം എന്താണ്. നിസ്കാരത്തിലേക്ക് അദ്ദേഹം എണീറ്റില്ല, നിസ്കരിക്കാൻ എണീറ്റില്ല, സുബൈയിൽ നിസ്കരിച്ചില്ല, കിടന്നുറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ കാല നബി പറഞ്ഞു, ബാലശൈത്താൻ ഉപയോഗിനിഹി, അവൻ്റെ ചെവിയിൽ ആരും മൂത്രമൊഴിച്ച്? ശൈത്താൻ മൂത്രമൊഴിച്ചു. അതാണ് ഇപ്പം നമുക്ക് സംശയം. ഇവിടെ കിടന്നുറങ്ങുന്ന എല്ലാവരുടെയും ചെവിയുടെ ഉള്ളിൽ ശൈത്താൻ മൂത്രമൊഴിക്കൊണ്ടു പോകുന്നു. കാരണം ഈ കാലത്തിൽ കൂടെ വിളിച്ചിട്ട് വാങ്ക് വിളിച്ചാൽ കേൾക്കാത്തവന്മാരാരാ? അതിന് പിന്നെ വേറൊരാൾ പോയി കുത്തി ഉണർത്തേണ്ട ഗതിയിൽ വരുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. വാങ്ക് കേട്ടിട്ട് എണീക്കാൻ കഴിയാത്തപ്പോൾ ഉമ്മാരെ ചെവിയിൽ ശൈത്താൻ വന്ന് മൂത്രമൊഴിച്ച് കാണണം. അല്ലെങ്കിൽ ഇപ്പം അതുണ്ടാവില്ലല്ലോ. ശൈത്താൻ മൂത്രമൊഴിക്കുക, അവർ ശൈത്താൻ്റെ ബാത്റൂം ഇവരെ ചെവിയാണ്, അവിടെ ക്ലോസറ്റ് ഇതാണ്. അയാൾക്ക് മൂത്രമൊഴിക്കാനുള്ള ക്ലോസറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഞാൻ ചോദിച്ചത്. ശത്രുവിന് മൂത്രമൊഴിക്കാൻ നമ്മൾ ക്ലോസറ്റ് കൊടുക്കുമോ? ബാത്റൂമിൽ കയറ്റുമോ? പോയി പലയിടത്ത് പണി നോക്കണമെന്ന് പറയില്ലേ. ഇനി ഇവിടെ എന്ത് ചെയ്യാൻ നിർബന്ധിച്ച് കയറാൻ വന്നാൽ അടിയും വെച്ച് കൊടുത്ത് വിട്ടില്ല അവനെ. അപ്പോൾ ആ ശത്രു ആരാണെന്ന് ശൈത്താനാണ്. ഖുർആൻ അങ്ങനെ പറഞ്ഞത്, ഇന്ന കുലക്കും അതുവും മുബീൻ, നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണവൻ. അവനാണ് ശത്രു, അവനക്കെതിരെയാണ് ദ്വാ. പക്ഷെ മനസ്സിലാക്കുന്നവർ അങ്ങനെയല്ല. ആർക്കെതിരെയാണ്? അവനക്കെതിരെയും അവൻ്റെ കൂട്ടാളികളായിട്ടുള്ള ആൾക്കാർക്കെതിരെയുമാണ് ദ്വാ ഉള്ളൂ. അല്ലാതെ മുസ്ലിമീങ്ങൾക്കെതിരെ, മുഅ്മിനെതിരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ശാപം കൊണ്ട് ദ്വാരക്കാനും ശപിക്കാനൊന്നും പാടില്ല. അവർക്കൊക്കെ ഹിദായത്ത് കിട്ടാനും പുറത്തു കൊടുക്കാനും മാത്രമാണെന്ന് പാടുള്ളൂ ദ്വാരക്കാൻ.
അപ്പോൾ ശൈത്താൻ മൂത്രം ഒഴിച്ചുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യാതിരുന്നത്, എണീക്കാതിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ദിക്റിലായി കിടന്നുറങ്ങുക. അങ്ങനെ കിടന്നുറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യില്ല, ശൈത്താൻ മൂത്രമൊഴിക്കില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, ഈ കിതാബിനെ രചിച്ച മുസന്നിഫീങ്ങൾ മഹാനായ ഇമാം അൽ ബുഖാരി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ, മശായിഖന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ, അതുപോലെ നമ്മളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഭാര്യാസന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവരുടെയും ദോഷങ്ങൾ നീ വിട്ടുപുറത്തു മാഫാക്കണേ അല്ലാഹ്. അവർക്കെല്ലാം ഞങ്ങൾക്കും അവർക്കും നീ സ്വർഗം നസീബാക്കണേ അല്ലാഹ്. ദീനനുസരിച്ച് ജീവിക്കാനും ദീനിന്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്കും അവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാവ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുത്തവരും ഇതിനു വേണ്ടിയിട്ട് ഇതിനകത്ത് പങ്കെടുത്ത ഇതിൻ്റെ കേൾക്കുന്നവരും ഒക്കെ ഉണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഇതിൻ്റെ കാരണമായി അവരുടെ ഈ ലോക വിജയവും അവർക്ക് നീ നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും എല്ലാവിധ ശാരീരികവും മാനസികവും പൈശാചികവുമായ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും സാമ്പത്തികമായ ഞെരുക്കമുള്ളവർ സാമ്പത്തിക ഞെരുക്കം നീക്കണേ റഹ്മാനെ. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ശാരീരിക ബുദ്ധിമുട്ടുകൾ നീക്കണേ റഹ്മാനെ. മാനസിക ബുദ്ധിമുട്ടുള്ളവർ മാനസിക ബുദ്ധിമുട്ടുകൾ നീക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ ഭവനം സ്വന്തമായി ഉടൻ തന്നെ നൽകണേ റഹ്മാനെ. അതുപോലെ വിവാഹം ശരിയാകാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകളെ നൽകണേ റഹ്മാനെ. അതുപോലെ ശരിയായവരെയും അതുപോലെ വിവാഹം കഴിച്ചവരെയും ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ ഐക്യവും ഒത്തൊരുമയുമുള്ള നല്ല സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം നൽകണേ റഹ്മാനെ. സാലിഹ്യങ്ങളായ ഇണകളാക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്കെല്ലാം സാലിഹ്യങ്ങളായ മക്കളെ നീ നൽകണേ റഹ്മാനെ. തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇസ്സത്തുള്ളതും ഹലാലായ മാർഗത്തിലൂടെ ഇഷ്ടംപോലെ സമ്പത്ത് ലഭിക്കുന്നതുമായ നല്ലൊരു ജീവിതമാർഗം ഉടൻ തന്നെ തുറന്നു കൊടുക്കുകയും അതിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും അതിൽ ഉറപ്പിച്ചു നിർത്തി അവർക്ക് അതിലൂടെ ഇഷ്ടംപോലെ വരുമാനങ്ങൾ നൽകി അവരുടെ ജീവിതം ഐശ്വര്യ സമ്പൂർണ്ണമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങൾക്ക് തന്നതെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും തന്ന നിഅമത്തുകൾക്കും നന്ദി ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും എല്ലാവിധ ദുന്യവിയും ഉഹ്റവിയുമായ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളൊന്നും അവരൊന്നും മരണപ്പെട്ടു പോയാണ് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളായ ധാരാളം ആളുകളുണ്ട്, പിതാക്കന്മാരുണ്ട്, മാതാക്കളുണ്ട്, ഉസ്താദന്മാരുണ്ട്. അതുപോലെ എന്നെ വളർത്തി നിലയിൽ കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ചേർന്ന എൻ്റെ റാപ്പയുണ്ട്. എല്ലാവരുടെയും അറിവാവുള്ള ഹദറത്തിലേക്ക് ഇതിനൊരു മിസ്ല സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറിലും ബർസഹിയായ ലോകത്തും സന്തോഷം നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ മാതാപിതാക്കൾക്കും നീ ഇതിൻ്റെ എല്ലാം ഒരു മിസ്ല സവാബ് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബറിലും ബർസഹിയായ ലോകത്തും സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നിന്റെ ദാഅത്തിനും ഇബാദത്തിനും വിധേയമായി ദീർഘായുസ്സും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم احسن عاقبتنا اللهم احسن عاقبتنا واجرنا من خزي الدنيا وعذاب الآخرة. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. توفنا مسلمين والحقنا بالصالحين. آمين بأنواع رحمتك يا أرحم الراحمين. صلى الله عليه وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.